ശരീരവും എല്ലാ മനുഷ്യരും മരണം രുചി നോക്കുന്നവരാണ്. ഒരാഴ്ച മുമ്പ് വിദേശത്തേക്ക് പോയ ആള് അവിടെ എത്തി. അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവും ഇല്ല. പെട്ടെന്ന് അദ്ദേഹം മരണപ്പെട്ടു. ആ വാർത്ത കേൾക്കുമ്പോൾ കുടുംബവും നാടും ഞെട്ടുകയാണ്. നമുക്കാർക്കാണ് നമ്മുടെ ശരീരത്തിന് ഗ്യാരണ്ടിയുള്ളത്? ഞാൻ ഈ പ്രസംഗിക്കുന്ന മൈക്ക് സെറ്റിന് ഒരു പക്ഷേ ഗ്യാരണ്ടി ഉണ്ടാകാം. പക്ഷേ ആ ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ടവന് ഗ്യാരണ്ടിയില്ല. ഈ മൈക്ക് സെറ്റ് ഉപയോഗിക്കുന്ന എനിക്ക് ഗ്യാരണ്ടിയില്ല. ഈ മൈക്ക് സെറ്റിലൂടെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് ഗ്യാരണ്ടിയില്ല. നമുക്കാർക്കും വിവരമില്ല. മനുഷ്യൻ പലതിന്റെ പേരിലും അഹങ്കരിക്കാറുണ്ട്. അത് അവന്റെ വിവരക്കേടാണ്. ആ ഫാനൊന്ന് സദസ്സിലുള്ള ആളുകൾക്കൊക്കെ, അല്ല ഇവിടെ സ്റ്റേജിന്മേലുള്ളവർക്കൊക്കെ കിട്ടുന്ന രൂപത്തിൽ അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ ഇതൊക്കെ വല്ല കാറ്റിട്ടു. എനിക്കൊട്ട് ആവശ്യമില്ല. സഹോദരന്മാര്, ഞാൻ പറഞ്ഞു വന്നത് ഗ്യാരണ്ടിയില്ലാത്ത ശരീരം. എനിക്ക് ഒരു വിവരവും ഇല്ല എന്നല്ലേ ചിന്തിക്കുന്ന മനുഷ്യന് ബോധ്യപ്പെടുക. കാരണം എന്റെ അടുത്ത നിമിഷം, എന്റെ അടുത്ത മണിക്കൂറിൽ ഞാൻ എവിടെയാണ്? നാളെ ഈ സമയത്ത് ഞാൻ എവിടെയാണ്? എന്റെ അവസ്ഥ എന്താ? ആർക്കും അതിനെ സംബന്ധിച്ച് വിവരം ഇല്ല. അങ്ങനെയൊക്കെ വിവരം കിട്ടിയിരുന്ന ചില മഹാന്മാർ നാം ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് മരണത്തെക്കുറിച്ചുള്ള ബോധം വർദ്ധിപ്പിച്ചു തരുമാറാണ്. മഹാനായ അബൂ ജാബിർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിന്റെ തലേ ദിവസം മകനെ വിളിച്ചു പറഞ്ഞു, മോനെ, നാളെ ഉഹദ് യുദ്ധം നടന്നാൽ മാ ഉറാനി ഇല്ലാ മഖ്തൂലൻ ഫീ അവ്വലി മൻ ഖുതില, ആദ്യമായി ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ഷഹീദ് ഞാനായിരിക്കും. എനിക്ക് എന്റെ മകനോട് പറയാനുള്ളത്, എനിക്ക് പെൺകുട്ടികളുണ്ട്. ആ മക്കളെ നീ നന്നായി ശ്രദ്ധിക്കുകയും വേണ്ടത് ചെയ്തു കൊടുക്കുകയും വേണം. എനിക്ക് കടങ്ങളുണ്ട്. ആ കടങ്ങൾ നീ വീട്ടുകയും വേണം. മകനോട് വസിയത്ത് ചെയ്തു. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞതുപോലെ പിറ്റേ ദിവസം ആദ്യമായി ഷഹീദായി മരിച്ചത് മഹാനായ അബൂ ജാബിർ റളിയല്ലാഹു അൻഹു ആണ്. മഹാനവറുകളുടെ മയ്യത്തിന്റെ കൂടെ വേറൊരു മയ്യത്തിനെയും കൂടി ഖബറിൽ കൂടുതൽ മയ്യത്തുകൾ ഉള്ളതിനാൽ ഒന്നിച്ച് മറവ് ചെയ്യപ്പെട്ടിരുന്നു. 6 മാസം കഴിഞ്ഞതിന് ശേഷം പിതാവിന്റെ മയ്യത്ത് മാറ്റി മറവ് ചെയ്യണം എന്ന് സഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചപ്പോൾ മറ്റൊരു സ്ഥലത്ത് ഖബർ കുഴിച്ച് ബാപ്പയുടെ ഖബർ പോയി തുറന്നു. ആ ഖബറിൽ ബാപ്പയുടെ ശരീരത്തിന് യാതൊരു കേടുമില്ലാതെ ബാപ്പ കിടക്കുന്നതായി കണ്ടു. ആ ഖബറിൽ നിന്ന് ബാപ്പയെ എടുത്ത് മാറ്റി മറവ് ചെയ്യുകയും ചെയ്തു. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ അത് റിപ്പോർട്ട് ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പല വിഷയങ്ങളും ഉണ്ട്. അതിലൊന്നാണ് അല്ലാഹുവിന്റെ പ്രത്യേകമായ കറാമത്ത്, ബഹുമതി. ആ വാക്കിന്റെ നേരർത്ഥം അങ്ങനെയാണ്.
അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകമായ ബഹുമതി ലഭിച്ചിട്ടുള്ള മഹാന്മാരിൽ പലരും പിന്നീട് വരുന്ന കാര്യവും അവരുടെ മരണവിവരവും നേരത്തെ അറിയുന്നവർ ഉണ്ട്. അതിന് ഈ ഹദീസ് തെളിവാണ്. അതേസമയം അതിന്റെ പുറമെ മഹാന്മാരായ സഹാബികളുടെ വിശ്വാസം ഷഹീദായി മരിച്ച വലിയ കറാമത്ത് കണ്ട ഔലിയാക്കളിൽ പ്രമുഖനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു അഥവാ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ അബൂ ജാബിർ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ശരീരത്തിന് മണ്ണിന്റെ ഉള്ളിൽ വെച്ച് യാതൊരു കേടും സംഭവിക്കുകയില്ലെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നു. അതനുസരിച്ച് ആ വിശ്വാസപ്രകാരം ബാപ്പയുടെ ഖബർ പോയി തുറന്ന് ബാപ്പയെ പുതിയ ഖബറിൽ മാറ്റി മറവ് ചെയ്യുന്നു. മറ്റൊന്ന്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്നു, അല്ലാഹുവിന്റെ ഖദറുകൾ, അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ അത് ആർക്കും മറികടക്കാൻ കഴിയില്ല. അവന്റെ തീരുമാനമായി അവൻ നടപ്പാക്കും. ഒരുപക്ഷേ അവന്റെ തീരുമാനപ്രകാരം ആ തീരുമാനം നടക്കും എന്നത് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അത് തടുക്കാൻ കഴിയില്ല. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന് നാളെ ഞാൻ ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെടും എന്നത് അറിയാൻ സാധിച്ചു, പ്രഖ്യാപിച്ചു. അതേ സംഭവം നടന്നു. പക്ഷേ ആ കൊലയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. കാരണം അത് അല്ലാഹു ആ സമയത്ത് അതേ നിലക്ക് നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. നിശ്ചയങ്ങൾ നിശ്ചയിച്ചതുപോലെ നടക്കും. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എനിക്ക് മാറിക്കളയാൻ കഴിയുമോ എന്ന് മഹാനവറുകൾ ചിന്തിച്ചിട്ടില്ല. കാരണം അല്ലാഹുവിന്റെ തീരുമാനം. എന്നാൽ കറാമത്ത് മുഖേന ആ വിവരം അറിയുമെങ്കിലും പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ കറാമത്ത് മുഖേന ലഭിക്കുന്ന വിവരമനുസരിച്ച് മാറ്റിവെക്കാൻ നിർവാഹമില്ല. ജാബിർ റളിയല്ലാഹു അൻഹു കറാമത്ത് മുഖേന അറിയുകയാണ്, നാളെ ഉഹദ് യുദ്ധത്തിൽ എന്നെ കൊല്ലപ്പെടും. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് ശരീഅത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തിൽ പങ്കെടുക്കാനാണ് പറഞ്ഞത്. ഉഹദ് യുദ്ധത്തിന് വേണ്ടി ക്ഷണിച്ചതാണ്. ആ ഉഹദ് യുദ്ധത്തിൽ ഞാൻ നാളെ പങ്കെടുത്താൽ കൊല്ലപ്പെടും എന്നത് കറാമത്ത് മുഖേന അറിയുകയാണ്. കറാമത്ത് മുഖേന കിട്ടിയ വിവരം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിൽ പഠിപ്പിച്ചു കൊടുത്ത അതിൽ പങ്കെടുക്കണം എന്ന ആ ആജ്ഞക്കും കൽപ്പനക്കും എതിരായി ഞാനതിൽ പങ്കെടുത്താലല്ലോ ഷഹീദാകും എന്ന് അറിഞ്ഞതുകൊണ്ട് അതിൽ നിന്ന് മാറിക്കാൻ കഴിയൂല. കറാമത്ത് മുഖേന മതത്തിന്റെ നിയമം ലംഘിക്കാൻ പറ്റൂല. എന്ത് വിവരമുണ്ടായാൽ നിയമമായി തന്നെ പാലിക്കണം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഇസ്സുദ്ദീൻ ബിൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് വലിയ ഒരു ജഡ്ജി, വലിയ ഇമാം. ആ മഹാൻ ജഡ്ജിയായിരുന്ന സമയത്ത് മഹാനവറുകളുടെ ഖബർ ഈജിപ്തിലാണ്. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. മഹാനവറുകളുടെ മുമ്പിൽ ഒരു കേസ്. കേസെന്താണ്? കേസിൽ ഒരാൾ പറഞ്ഞു, ആ മനുഷ്യന്റെ കൈവശത്തിലുള്ള പശു എന്റേതാണ്. പക്ഷെ അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെതാണെന്ന് ബാക്കി കൈവശം വെക്കുന്നു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തോട് ചോദിച്ചു,
ഈ പശു ഇദ്ദേഹത്തിന്റേതാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്നു. അത് നിന്റെ തന്നെയാണോ അല്ല ഇയാളതാണോ? അയാൾ പറഞ്ഞു, ഇത് എന്റേതാണ്. വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞ കളവാണ്. സുബ്ഹാനല്ലാഹ്. എന്റേതാണ് എന്ന് പറഞ്ഞപ്പോ തീരെ ഇഷ്ടപ്പെട്ടില്ല. ഈ ജഡ്ജി ആയ ഇമാമിന് ഇഷ്ടപ്പെട്ടില്ല. മഹാനവറുകൾ ഉടനെ തന്നെ ചോദിച്ചു, കറാമത്ത് മുഖേന അറിഞ്ഞു ഈ വിചാരണയിൽ ഈ മനുഷ്യൻ പറയുന്ന അവകാശവാദം കളവാണ്. അറിഞ്ഞ ഉടനെ മഹാനവറുകൾ ദേഷ്യം പിടിച്ചുകൊണ്ടങ്ങ് പറഞ്ഞു, നിന്റേതാണെന്ന് നീ വാദിക്കുന്നുവല്ലേ? നീ പറഞ്ഞത് കളവാണെങ്കിൽ ആ പശുവിന്റെ കൊമ്പ് നിന്റെ കണ്ണിലൂടെ പുറത്തു വരുന്നു. പറഞ്ഞു തീരുമ്പോ ആ പശുവിന്റെ കൊമ്പ് ആ മനുഷ്യന്റെ കണ്ണിലൂടെ പുറത്തു വന്നു. അദ്ദേഹം അങ്ങനെ തന്നെ പെടഞ്ഞ് മരണപ്പെട്ടു. ഇങ്ങനെ ഒരു വിധി പറഞ്ഞ വിവരം, ശിഷ്യൻ വിധി പറഞ്ഞ വിവരം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം, മഹാനായ ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ ജഡ്ജി സ്ഥാനത്ത് നിന്ന് അന്ന് തന്നെ ഡിസ്മിസ് ചെയ്തു കളഞ്ഞു. കോടതിയിൽ ഇരുന്ന് എനിക്ക് കേസ് വിധി പറയണ്ട. എന്തേ? കാരണം കറാമത്ത് കൊണ്ട് വിധി പറയാൻ പറഞ്ഞിട്ടില്ല. വിധിയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ സാക്ഷി വിസ്താരം നടത്തുക, തെളിവ് പരിശോധിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ പറയാം. അല്ലാതെ കറാമത്ത് മുഖേന വിധി പറയാൻ പറ്റില്ല. സഹോദരന്മാരെ, അപ്പൊ ശരീഅത്തിന്റെ നിയമം ثم جعلناك على شريعة من الأمر فاتبعها. ഓ നബിയേ, തങ്ങളെ നാം മഹത്തായ ഒരു ശരീഅത്തിന്റെ മേൽ, ഇസ്ലാമിക നിയമത്തിന്റെ മേൽ ആക്കിയിട്ടുണ്ട്. ആ മഹത്തായ നിയമം ഫോളോ ചെയ്യണം, ആ നിയമം പിന്തുടർന്ന് ജീവിക്കണം. വലാ തത്തബിഅ അഹ്വാഅൽ ലദീന ലാ യഅലമൂൻ. വിവരമില്ലാത്ത ആളുകളുടെ തടീച്ചക്ക് വഴിപ്പെടരുത്. ശരീഅത്ത് പൂർണ്ണമായി പിന്തുടർന്ന് ജീവിക്കണം. ഇതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ചിലർ എന്റെ മുമ്പിൽ വന്ന് വാദമുന്നയിച്ച് അവന്റേതല്ലാത്തത് അവന്റേതാണെന്ന് അവകാശവാദമുന്നയിച്ച് തെളിവുകൾ സമർപ്പിക്കാൻ തുനിയും. ഞാനാ തെളിവ് നോക്കി അത് അവന് ചിലപ്പോൾ വിധിച്ചു കൊടുക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അവന്റേത് അല്ലെങ്കിൽ അവനത് ഒരിക്കലും അനുവദനീയമാകൂല. നബി സല്ലല്ലാഹു നിങ്ങൾക്ക് മുഅ്ജിസത്തില്ലാഞ്ഞിട്ടല്ല, മുഅ്ജിസത്ത് മുഖേന അതിന്റെ വസ്തുത അറിയണം എന്ന് ഉദ്ദേശിച്ചാൽ അറിയാൻ കഴിയാഞ്ഞിട്ടുമല്ല. മുഅ്ജിസത്ത് മുഖേന അറിയണമെന്ന് ഉദ്ദേശിച്ചാൽ അല്ലാഹു തആല അറിവ് കൊടുക്കും. പക്ഷേ കോടതിയിൽ നിയമം പറയുന്ന സമയത്ത് മുഅ്ജിസത്ത് മുഖേന വിവരം മനസ്സിലാക്കി പറയലല്ല, സാക്ഷി വിസ്താരം നടത്തി പറയലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ്. ശരീഅത്തനുസരിച്ച് പറയലാണ്. ശരീഅത്തിന്റെ നിയമം അങ്ങനെയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകാനാണ് പറഞ്ഞത്. ആ യുദ്ധത്തിന് പോവുകയാണ്. നബിതങ്ങൾക്കും അറിയാൻ കഴിയാഞ്ഞിട്ടല്ല, എന്റെ ശിഷ്യനെ യുദ്ധത്തിൽ മരിക്കുമെന്ന് അറിയാഞ്ഞിട്ടല്ല. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സഹാബികൾ മൂത്തത് യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സഹാബികളുടെയും പേര് വെച്ച് പറഞ്ഞിട്ട്, കൊടിയുന്ന ഒരാൾ പിടിക്കട്ടെ, അദ്ദേഹം അതാ ഷഹീദായാൽ, വീണുപോയാൽ ഇന്നയാൾ പിടിക്കട്ടെ എന്ന് ഓരോരുത്തരെ സംബന്ധിച്ചുമങ്ങ് പറഞ്ഞു. അപ്പൊ തന്നെ സഹാബികൾക്ക് ഉറപ്പാണ്, ഞങ്ങളൊക്കെ ഈ യുദ്ധത്തിൽ ഷഹീദാകുമെന്നുറപ്പാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞിട്ടുണ്ടെന്നും ഉറപ്പാണ്.
പക്ഷേ മുഅ്ജിസത്ത് മുഖേന ഈ ശിഷ്യന്മാർ യുദ്ധത്തിൽ ശഹീദമാകുമെന്ന് അറിവുണ്ടെങ്കിലും അല്ലാഹുവിന്റെ ഓർഡർ അവരെ യുദ്ധത്തിന് പറഞ്ഞേക്കാനാണ്. അത് പറഞ്ഞേക്കുകയല്ലാതെ നിർവാഹമില്ല. നബി തങ്ങളുടെ ഓർഡർ അനുസരിച്ച് യുദ്ധത്തിന് പോവുകയല്ലാതെ നിർവാഹമില്ല. മുഅ്ജിസത്ത് മുഖേന എന്ത് സംഭവിക്കുമെന്നറിഞ്ഞതിന്റെ പേരിൽ പോക്ക് നിർത്തിവെക്കാൻ പാടില്ല. ശരീഅത്തിന്റെ നിയമം അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ കൽപ്പിച്ചതുപോലെ ചെയ്തോളണം. എന്താണോ വിരോധിച്ചതനുസരിച്ച് അത് കൈയൊഴിച്ചോളണം. എന്താണോ അനുവദിച്ചതനുസരിച്ച് അത് ഉപയോഗിക്കുകയും സ്വീകരിക്കുകയുമാകാം. ശരീഅത്തിന്റെ നിയമത്തിൽ നിന്ന് ഒരു അണുവിൽ ഒരാൾക്കും തെറ്റാൻ നിർവാഹമില്ല. അതും ഈ ഹദീസിൽ പാഠമുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന് കറാമത്ത് മുഖേന ഞാൻ നാളെ മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയ്ക്ക് വിധേയമായി ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. ആ നിലക്ക് തന്നെയാണ് വഫാത്താകുന്നത്, ഷഹീദാകുന്നത്. മഹാനവർകൾ വലിയ സ്ഥാനമുള്ള ആളായതിനാൽ, ഷഹീദായതിനാൽ അതേ ബാപ്പയുടെ ശരീരത്തിന് ഖബറിൽ വെച്ചൊരു കേടുമുണ്ടാവുകയില്ലെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയുമാണ്. എന്ന് മാത്രമല്ല, ബാപ്പയുടെ കടം വീട്ടാൻ ജാബിർ റളിയല്ലാഹു അൻഹു ശ്രമിക്കുന്നു. പക്ഷേ ബാപ്പയുടെ തോട്ടത്തിൽ കയറിയിട്ട് തോട്ടത്തിലുള്ള കാരക്കകളും ഈത്തപ്പഴങ്ങളുമൊക്കെ ഒന്ന് നോക്കിയപ്പോ കടമുള്ളവർക്ക് കൊടുത്തു വിട്ടാൻ അത് മതിയാകൂല. മുഅ്ജിസത്ത് മുഖേന സഹായം ചോദിക്കാം, സഹായം നേടാം. കറാമത്ത് മുഖേന സഹായം ചോദിക്കാം, സഹായം നേടാം. ഇത് സഹാബത്തിന്റെ വിശ്വാസമാണ്. മുഅ്ജിസത്തും കറാമത്തും അസാധാരണ സംഭവങ്ങളാണ്. അത് ചിലപ്പോൾ പുറത്തുള്ളത് വർദ്ധിക്കൽ കറാമത്തും മുഅ്ജിസത്തും കൊണ്ട് സംഭവിക്കും. വബിനൽ യസീരി സഖാ വഅത്അമ ജൈസഹു ഹത്ത തഫവ യസീറുഹു ലം യംഫദി യാ റബ്ബി സല്ലി അലാ നബി മുഹമ്മദി منجي الخلائق من جهنم في غدي. മുഅ്ജിസത്തും കറാമത്തും കങ്കട്ടല്ല, അത് ജാലവിദ്യയല്ല, അത് തോന്നിപ്പിക്കലല്ല, യാഥാർത്ഥ്യങ്ങളാണ്. അത് വെറും ഒരു തോന്നിപ്പിക്കലല്ല, യാഥാർത്ഥ്യങ്ങളാണ്. അത് അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണ്. കാരണം സാധാരണ നിലയ്ക്ക് ചെയ്യുന്നത് അല്ലാഹു തആലയാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ അസാധാരണമായ നിലക്കും ഒരു കാര്യം സൃഷ്ടിക്കുന്നവൻ അല്ലാഹു തന്നെയാണ്. അല്ലാഹുവിന് അതൊരു പ്രശ്നമേ അല്ല. ഇത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പോകുന്നു. ബാപ്പയുടെ കടം വീട്ടാൻ ഈ ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക മതിയാകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രശ്നം അവതരിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് അവരെ പ്രശ്നങ്ങൾ പറയാറുണ്ട്, വേവലാതിപ്പെടാറുണ്ട്. അപ്പോൾ ഹബീബായ നബി തങ്ങൾ മുഅ്ജിസത്ത് മുഖേന അവരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാറുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് പരിഹരിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ ചിലപ്പോൾ ഭൗതികമായ മാർഗത്തിലൂടെയും പരിഹരിച്ചു കൊടുക്കാറുണ്ട്. പല നിലക്കും പരിഹരിച്ചു കൊടുക്കാറുണ്ട്. അതൊക്കെ ധാരാളം ഹദീസുകളിലുള്ളതല്ലേ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രശ്നം പറഞ്ഞപ്പോ, ജാബിറേ ഞാനങ്ങ് വരാം
എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ തോട്ടത്തിലേക്ക് പോകുന്നു. ആ തോട്ടത്തിലൂടെ ചുറ്റിക്കറങ്ങി ഒന്ന് നടക്കുന്നു. കാരണം അവിടുത്തെ ശരീരം സാധാരണ ശരീരമല്ല, വലിയ ബറക്കത്തുള്ള ശരീരമാണ്, വലിയ അത്ഭുതങ്ങളുള്ള ശരീരമാണ്. അവിടുത്തെ ശരീരത്തിൽ ഈച്ച പോയി വീഴാറില്ല. കാരണം ഈച്ച എപ്പോഴും മാലിന്യത്തിൽ പോയി വീഴുന്ന വസ്തുവാണ്. അതവിടുത്തെ ശരീരത്തിൽ വീഴാറില്ല. അവിടുന്ന് നടന്നു പോകുമ്പോൾ അതേ സൂര്യനോ ചന്ദ്രനോ അങ്ങനെയുള്ള ഗോളങ്ങൾ ഉദിച്ചിട്ട് നല്ല വെളിച്ചമുള്ള സമയമാണെങ്കിൽ പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ ഭൂമിയിൽ പതിക്കാറില്ല. കാരണം അത് വല്ലവരും ചവിട്ടിപ്പോയാലോ അവിടുത്തോടുള്ള ആദരവിനത് കുറവ് വന്നേക്കാം. ഓ സുഹൃത്തുക്കളെ, ഒരുപാട് പ്രത്യേകതകൾ അവിടുത്തെ ജീവിതത്തിൽ എത്രയോ പ്രത്യേകതകൾ ഉള്ളതല്ലേ. എന്ന് മാത്രമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഒരു ഭാഗം നിങ്ങൾ കണ്ടില്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി വരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ വീണുപോയ സൂചി തിരയുകയായിരുന്നു. ആ സൂചി കാണാതെ ഇരുട്ടിൽ തിരയുന്ന ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ ഹബീബായ നബി തങ്ങൾ കയറി വന്നപ്പോ അവിടുത്തെ മുഖത്തിന്റെ പ്രകാശത്താൽ ആയിഷ ബീവിക്കതാ സൂചി ലഭിക്കുന്നു. ഏത് ബീവിയാണെന്നറിയോ? രാത്രി സമയത്ത് വിലക്കനെ കിടന്നു ഉറങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട തഹജ്ജുദ് നിസ്കരിക്കും. ആ തഹജ്ജുദിന്റെ നീളം ഞാൻ പറയണോ? ഒറ്റ റകഅത്തിൽ തന്നെ അൽ-ബഖറ സൂറത്ത് ഓതി തീർക്കുകയാണ്. രണ്ടാമത്തെ സൂറത്തിൽ ആലു ഇംറാൻ ഓതുകയാണ്. അതേ 100-200 തസ്ബീഹുകൾ റുകൂഇലും സുജൂദിലുമൊക്കെ കൊണ്ടുവരികയാണ്. അങ്ങനെ വെറും നൃത്തം മാത്രമല്ല നീളം, ഓരോന്നിലും അതിനോട് അനുയോജ്യമായ നീളമുള്ള നീണ്ട നൃത്തം. അതല്ലേ ഹദീസിൽ വന്നു, ഹത്താ തബറത്ത് ഖദമാ. ഹബീബായ നബി തങ്ങളുടെ രണ്ട് കാലുകളും നീര് കെട്ടി പൊങ്ങിപ്പോയി, വീർത്തുപോയി. വലം സുന്നതമൻ അയ്യല്ലാമയിലാ അനിസ്തകത് ഖദമാ മിൻ വറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അതാണല്ലോ ഇമാം ബുഖാരി തങ്ങളും സൂചിപ്പിച്ചത്. ജീവിതത്തിലൊരു തെറ്റും ചിന്തിക്കുക പോലും ചെയ്യാത്ത മാവല്ല സാഹിബുക്കും വമാ ഖവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഒരബദ്ധവും ഒരു പിഴവും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിണഞ്ഞിട്ടില്ല, പിണയൂല. അതേ, അങ്ങനൊരു തെറ്റും ജീവിതത്തിൽ ചിന്തിക്കൂല എന്ന് ഖുർആൻ പഠിപ്പിച്ച ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുമ്പോ വെലങ്ങനെ കിടന്നുറങ്ങുന്ന ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ മഹദിയുടെ കാലിങ്ങനെ വിലങ്ങിയതേ ഉണ്ടാകും. ആ കാലം ആയിഷ ബീവി ഒന്ന് വലിച്ചു കിട്ടിയിട്ട് വേണം സുജൂദ് ചെയ്യാൻ. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാല്
കൈകൊണ്ടിങ്ങനെ പിടിച്ചു ഞെക്കും. അപ്പോൾ ആയിഷ ബീവിയുടെ കാല് വലിച്ചാൽ അവിടുന്ന് അറിയും. അപ്പോൾ അവിടുന്ന് സുജൂദ് ചെയ്യും എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അതേ രാത്രിയിൽ ഞങ്ങളെ വീടുകളിൽ അന്ന് വിളക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇരുട്ടിലായിരുന്നു നിസ്കാരമെന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ബുഖാരിയിലെ ഹദീസിലുണ്ട്. അതേ ബീവി തന്നെയാ പറയുന്നത്, ഒരു ദിവസം ഇരുട്ടിൽ ഞാനിങ്ങനെ സൂചി തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹബീബ് നബി തങ്ങൾ കയറി വന്നപ്പോ അവിടുത്തെ മുഖത്തിന്റെ പ്രകാശം കൊണ്ട് എനിക്ക് സൂചി വീണ് കിട്ടുന്നു. മുഅ്ജിസത്തുകൾ അങ്ങനെയല്ലേ, ഒരു ദിവസം മുഅ്ജിസത്ത് കൊണ്ട് ലൈറ്റിനാൽ സൂചി കിട്ടിയിട്ടുണ്ടാകാം, മറ്റൊരു ദിവസം അവിടെ ഇരുട്ടുള്ള ദിവസവും ഉണ്ടായിരിക്കാം. അന്ന് ഹബീബ് നബി തങ്ങളുടെ മഹത്വത്തിന് കുറവുള്ളത് കൊണ്ടല്ല, മഹത്വമുള്ളത് കൊണ്ട് മുഅ്ജിസത്ത് എപ്പോഴും കണ്ടു കൊള്ളണമെന്നില്ല, എപ്പോഴും മുഅ്ജിസത്ത് ഇങ്ങനെ പ്രകടിപ്പിച്ചു കൊള്ളണമെന്നില്ല. അവിടുത്തെ ഉമിനീര് പുരട്ടിയപ്പോ സലമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ മുറി ഉമിനീര് പുരട്ടിയപ്പോൾ മുറിയൊടുങ്ങിപ്പോയിട്ടുണ്ട്. അതേ സമയത്ത് അവിടുത്തെ ഉമിനീര് ധാരാളമുള്ള അവിടുത്തെ വായിനോട് ചേർന്ന മുൻപല്ല് പൊട്ടി തെറിച്ച് രക്തവും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അർത്ഥം ഹബീബായ നബി തങ്ങളുടെ ഉമിനീരിന് മഹത്വമില്ലെന്നല്ല, അല്ലാഹുവിന്റെ ഖദറനുസരിച്ച് നടക്കേണ്ടതൊക്കെയും നടക്കുക തന്നെ ചെയ്യും. അതിൽ പറഞ്ഞതൊന്നും എതിരല്ല, ആ ഹദീസുകൾ തമ്മിൽ വൈരുദ്ധ്യമല്ല. ഇരിക്കട്ടെ, അവിടുത്തെ മുഖത്തിന്റെ പ്രകാശം കൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വെച്ച് സൂചി കിട്ടിയപ്പോൾ ആയിഷ ബീവി ചോദിച്ചില്ലേ, ഓ നബിയേ, അങ്ങയുടെ മുഖത്തെ ഇത്രയും ഭംഗിയാക്കിയ വിഷയമെന്താണ്, പ്രകാശിപ്പിച്ച വിഷയമെന്താണ്? അപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി, ആ മുഖം കാണാത്തവനാണ് നാശം. ആയിഷ, അതാരാണ്? അത് ഏറ്റവും വലിയ ബഖീലാണ്, ഏറ്റവും വലിയ ലുബ്ധനാണ്. ആ ലുബ്ധനാരാണ്? എന്റെ പേര് കേട്ടിട്ട് സലാത്ത് ചൊല്ലാത്തവനാണ്. അവനെ പോലത്തെ ഒരു ബഖീല് വേറെയില്ല. അവൻ ഈ മുഖം കാണാൻ ഭാഗ്യം നിഷേധിക്കപ്പെട്ടു പോകുമെന്ന് അവിടുന്ന് സൂചിപ്പിക്കുകയാണ്. വജ്ഹുക്കൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅ്തിന്നാസു ബിൽ ഹുജ്ജതി. പ്രകാശപൂരിതമായ മുഖമാണ് അവിടുത്തെ മുഖം. ആ മുഖത്തിന്റെ പ്രകാശത്തെ സംബന്ധിച്ച് സഹാബത്ത് പറഞ്ഞപ്പോൾ, ആലങ്കാരികമായി പറഞ്ഞപ്പോ സൂര്യനേക്കാൾ പ്രകാശമെന്ന് വരെ സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. അതേ അവിടുത്തെ മുഖത്തെ വർണ്ണിക്കുകയാണ് മഹാന്മാരായ സഹാബികൾ. സുഹൃത്തുക്കളെ, അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല. അവിടുത്തെ ശരീരം സാധാരണയല്ല, അവിടുത്തെ പ്രത്യേകതകൾ സാധാരണയല്ല. അതുകൊണ്ട് തന്നെ അതാ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ കടം തീർക്കാൻ അവിടുന്ന് വന്ന് തോട്ടത്തിലൂടെ നടക്കുന്നു. അവിടുത്തെ ശരീരം അതിലൂടെ നടന്നു പോയാൽ തോട്ടം മുഴുക്കെ വർദ്ധനവാണ്, ബറക്കത്താണ്. ശേഷം ഈത്തപ്പഴം പറിക്കാൻ പറയുന്നു. ഈത്തപ്പഴം കൊണ്ടുവന്ന് ചേർക്കുന്നു. അതിലത് അവിടുന്ന് പറക്കത്ത് നേരുന്നു, വിതരണം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതാ കൊടുക്കാനുള്ള ഓരോരുത്തരെയും വിളിച്ച് അവരവർക്ക് കൊടുക്കാനുള്ളത് മുഴുവനും മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ബാപ്പയുടെ കടം വീട്ടുന്നു. എല്ലാ കടവും വീട്ടിക്കഴിഞ്ഞതിന് ശേഷവും ഈത്തപ്പഴം അവിടെ നിറഞ്ഞു കിടക്കുന്നു. അവിടുത്തെ ബറക്കത്താണ്.
ഇതുപോലെ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്നു. ബാപ്പ പറഞ്ഞതല്ലേ ചെറിയ പെൺകുട്ടികളുണ്ട്, അവരെ സംരക്ഷിക്കണമെന്ന്. അതിനെ സംരക്ഷിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരൽപ്പം പ്രായമുള്ള പക്വതയുള്ള പെണ്ണിനെ വിവാഹം കഴിക്കുന്നു. ആ പെണ്ണിനെ വിവാഹം കഴിച്ചതിന്റെ കാരണം എന്താണ്? സ്വന്തം പെങ്ങന്മാരെ സംരക്ഷിക്കാനാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിനെ അത്തർ മണക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ജാബിറെ അത്തർ മണക്കുന്നു? നബിയെ ഞാൻ വിവാഹിതനായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, വിവാഹിതനായിട്ടുണ്ട്. ഓ, നീ വിവാഹം കഴിച്ചത് ബിക്റിനെയാണോ സയ്യിദിനെയാണോ, കന്യകയാണോ, കന്യകത്വം നീങ്ങിയ പെണ്ണിനെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുന്നു. ഓ നബിയെ, കന്യകത്വം നീങ്ങിയ, ഒരു പക്ഷേ മുമ്പൊരു വിവാഹം നടന്ന് തലാഖ് നടക്കുകയോ ഭർത്താവ് മരിക്കുകയോ മറ്റോ ചെയ്ത കന്യകത്വം നീങ്ങിയ ഒരു പെണ്ണാണ്. നബിതങ്ങൾ ചോദിക്കുന്നു, നിനക്കൊരു കന്യകത്വം നീങ്ങാത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൂടായിരുന്നോ? ജാബിർ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു, നബിയെ എനിക്ക് ചെറിയ പെങ്ങന്മാരുണ്ട്. ആ പെങ്ങന്മാരെ കൂടെ ഞാനൊരു ചെറിയ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ കൂട്ടത്തിലൊരു പെൺകുട്ടി അതുമായി എന്നല്ലാതെ എന്റെ പെൺകുട്ടികളെ സംരക്ഷിക്കാനും പരിചരണം നടത്താനും ആ ചെറിയ പെൺകുട്ടിക്ക് കഴിയൂലല്ലോ. അതുകൊണ്ട് കന്യകത്വം നീങ്ങിയ പെണ്ണാകുമ്പോ, ഒരൽപ്പം പക്വതയും പാകതയുമുള്ള പ്രായമുള്ള പെണ്ണാകുമ്പോ എന്റെ പെങ്ങന്മാരെ സംരക്ഷിക്കാൻ അത് നിമിത്തമാകുമല്ലോ. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കുകയാണ്. കാരണം ആങ്ങളമാര്, ചെറുപ്പക്കാര് സ്വന്തം സൂചിച്ചാ പോരാ, പെങ്ങന്മാരെ കൂടി പരിഗണിക്കണം, കുടുംബത്തെയും കൂടി പരിഗണിക്കണം. കല്യാണം കഴിയാത്തോടുകൂടി പിന്നെ കുടുംബമായിട്ട് ബന്ധമില്ല എന്ന നിലക്കല്ല ഒരു ശരിയായ മുസ്ലിമിന്റെ ചെറുപ്പക്കാരുടെ സ്വഭാവം വേണ്ടത്. ജാബിറുല്ലാഹിന്റെ ആ സമീപനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്ലാഘിക്കുകയാണ്, സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒന്നും കൂടി ഉണ്ട് അവിടെ, ഒരു പാഠം കൂടി പറയാനുണ്ട് ജാബിറുല്ലാഹിന്റെ സംഭവത്തിൽ. അതെന്തേ? സുബ്ഹാനല്ലാഹ്, ചിലര് എന്റെ നിക്കാഹിന് ഇന്ന തങ്ങള് തന്നെ വേണം, ഇന്ന മുസ്ലിയാര് തന്നെ വേണം, ഒരൊറ്റ നിർബന്ധം പിടിക്കണം. സുബ്ഹാനല്ലാഹ്, അതിന്റെ പേരിൽ ആ തങ്ങൾ എത്രയാ ബുദ്ധിമുട്ടുണ്ട്, ആ ഉസ്താദ് എത്രയേ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുത് എന്നുള്ളതിനും തെളിവാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താൻ കാന്തപുരം അല്ലാഹു ദീർഘായുസ്സാഫിയത്ത് കൊടുക്കും. ഒരു കല്യാണത്തിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി എത്ര കിലോമീറ്ററായി പ്രായമുള്ള സമയത്ത് ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എത്രയെ പ്രയാസപ്പെടുന്നു. അവിടെ നേരെ തിരിച്ച് ഉസ്താദിനെ അത്ര പ്രയാസപ്പെടുത്തണ്ടാന്ന് തിരിച്ച് ചിന്തിച്ചൂടെ നമുക്ക് എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. എന്റെ അഭിപ്രായം തെറ്റാണ്, നിങ്ങൾ തള്ളിക്കാണിക്കുക. ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ര വരട്ടിയെ കണ്ടിട്ട് എന്താ ജാബിറെ അത്ര വരട്ടിയെന്ന് ചോദിച്ചപ്പോഴാ ഞാൻ കല്യാണം കഴിച്ചു തന്നെ, റസൂലുള്ളാഹിന്റെ ശിഷ്യനല്ലേ അത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എന്റെ നിക്കാഹിന് പങ്കെടുക്കണമെന്ന് നിർബന്ധം പിടിച്ച് ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കാണാൻ പ്രാമുഖ്യമുള്ള വിഷയങ്ങൾ ഉണ്ടാകും, അപ്പൊ ബുദ്ധിമുട്ടിക്കണ്ടെന്നല്ലേ ജാബിർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്. അതല്ലേ ബുദ്ധിപരമായ ചിന്ത. അതുകൊണ്ട് അതിനർത്ഥം നമ്മൾ ഉസ്താദന്മാരെയോ തങ്ങന്മാരെയോ ഒന്നും പങ്കെടുപ്പിക്കേണ്ടെന്നല്ല കേട്ടോ, അത് മുജാഹിദ് ആശയമാണ്. അത് നമുക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആശയമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം നിക്കാഹിന്റെ സദസ്സിൽ ഇജാബത്തുള്ള ആദരിക്കപ്പെടുന്ന സയ്യിദന്മാരും ആലിമീങ്ങളും മഹാന്മാരും സാലിഹീങ്ങളും ഒക്കെ ഉണ്ടാകൽ നല്ലതാണ് തന്നെയാണ്. പക്ഷേ സാഹചര്യം നോക്കണം, സന്ദർഭം നോക്കണം. നമ്മൾ അമിതമായി ഒരു വിഷയത്തിലും കടന്നു പോകാൻ പാടില്ല. അമൃതായാലും കൂടിയാൽ വിഷം തന്നെ, എല്ലാത്തിനും ഒരു പരിധി വേണം. പരിധിക്കപ്പുറമാകാൻ പാടില്ല. പരിധിക്കപ്പുറം പോയാൽ പലപ്പോഴും അബദ്ധം വരും. പരിധിക്കപ്പുറമായാൽ പലപ്പോഴും അബദ്ധം, എല്ലാറ്റിനും പരിധി വരും. ജാബിർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഉപ്പാന്റെ ബാപ്പാന്റെ വസിയ്യത്തൊക്കെ പാലിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ബാപ്പയുടെ ശരീരം മാറ്റിമറവ് ചെയ്യാൻ വേണ്ടി പരിശ്രമം നടത്തിയത്. ആ പരിശ്രമത്തിൽ ബാപ്പയുടെ ശരീരത്തിന് ഒരു കേടും വന്നിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടു. ജാബിർ റളിയല്ലാഹു അൻഹു എടുത്തുകൊണ്ടുപോയി മാറ്റിമറവ് ചെയ്തു. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് അങ്ങനെ മരണം മുൻകൂട്ടി പ്രവചിക്കുന്ന മഹാന്മാരുണ്ട്. മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി
റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന ദിവസമായി. സുബ്ഹാനല്ലാഹ്. മഹാനവങ്ങൾ പോയി നന്നായി കുളിച്ചു, നന്നായി കുളിച്ചു. 3 കഷ്ണം തുണി കഫൻ ചെയ്യാൻ വേണ്ടി സംഘടിപ്പിച്ചു. ആ 3 കഷ്ണം തുണിയുമെടുത്തു, സഹീഹുൽ ബുഖാരിയുമെടുത്തു. ശരീരത്തിൽ കഫൻ തുണിയങ്ങ് പുതച്ചു. സഹീഹുൽ ബുഖാരി എടുത്ത് നെഞ്ഞോട് ചേർത്ത് വെച്ചു. അതാ മർഹബാ അഹ്ലം വസഹ്ലാ, മലക്കുൽ മൗത്തിനെ സ്വാഗതം ചെയ്ത് കിടക്കുകയാണ്. ആ കിടത്തത്തിൽ തന്നെ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹുവേ, ആ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബിലുള്ള ഏറ്റവും വലിയ വലിയ കിതാബുകൾ രചിച്ച മഹാനാണ്. കിതാബുൽ ബസീത്തും, കിതാബുൽ വസീത്തും, കിതാബുൽ വജീസും, അങ്ങനെ തുടങ്ങി എത്രയോ കിതാബുകൾ രചിച്ച മഹാനാണ്. ആ മഹാനായ ഇമാം ഗസാലിയുടെ ആ കിതാബുകളെല്ലാം ചവറ്റുകൊട്ടയിൽ വലിച്ചെറിയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു തരീഖത്തിന്റെ ആളുകളെ ഞാൻ പരിചയപ്പെട്ടു. റബ്ബേ, അത്തരത്തിലുള്ള ഏതെങ്കിലും പിഴച്ചുപോയ വിഭാഗത്തിൽ ഞങ്ങളെയോ ഞങ്ങളുടെ സന്താന പരമ്പരകളെയോ ശിഷ്യ പരമ്പരകളെയോ നീ പെടുത്തരുതേ അല്ലാഹ്. ഇസ്ലാമിക ശരീഅത്ത് 100% മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നതോടുകൂടി തസവ്വുഫിന്റെ രംഗത്ത്, ആത്മീയ രംഗത്ത് ഉന്നതമായ സ്ഥാനം കൈവരിച്ച മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി റഹിമഹുല്ലാഹ് മലക്കുൽ മൗത്തിനെയും സ്വാഗതം ചെയ്ത് കിടക്കുന്നു. ആ കിടത്തത്തിൽ തന്നെ വഫാത്താകുന്നു. അങ്ങനെ മഹാന്മാരുണ്ട് കേട്ടോ. പക്ഷേ അക്കൂട്ടത്തിലൊന്നുമല്ലല്ലോ ആഖിർ സമാനിലുള്ള ചണ്ടിജവറുകളായ നമ്മൾക്കറിയാൻ പറ്റുമോ നാളെ ഞാൻ ഈ സമയത്ത് എവിടെയാണ്, എന്റെ വിഷയം എന്താണെന്ന് എനിക്ക് പറയാനൊക്കുമോ? നിങ്ങൾക്ക് പറയാനൊക്കുമോ? അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ട വിഷയം, നമുക്ക് മരണത്തെ കുറിച്ച് ബോധം വേണം. അത് ഈ സ്റ്റേജിൽ വെച്ചുമാകാം എന്ന ബോധത്തോടെ ജീവിക്കാൻ എനിക്ക് കഴിയണം, നിങ്ങൾക്ക് കഴിയണം. പടച്ചറബേ, പെട്ടെന്നുള്ള മരണങ്ങളിലും അപകടങ്ങളിലൊന്നും ഞങ്ങളെ നീ പെടുത്തരുത് റഹ്മാനേ. മരിക്കുന്ന സമയത്ത് കടങ്ങളും കടപ്പാടുകളുമൊക്കെ വീട്ടിയതിന് ശേഷം അല്ലാഹുവേ, നിന്റെ പൊരുത്തം കരുതി, നിന്റെ സ്നേഹം കരുതി, നിന്റെ തൃപ്തി കരുതി, നിന്നെ കാണണമെന്ന് ആഗ്രഹം വെക്കുന്ന സമയത്ത്, നിന്നിലേക്ക് എത്തണമെന്ന് ആശിക്കുന്ന സമയത്ത്, നിന്റെ തൗഹീദിന്റെ കലിമത്ത് അത് ബോധത്തോടെ ഒന്ന് ചൊല്ലിയിട്ട് നിന്റെ സ്വർഗത്തിന്റെ ചിത്രമൊന്ന് കണ്ടതിന് ശേഷം നിന്റെ മലായികത്ത് വന്ന് നിന്റെ സംതൃപ്തിയെക്കുറിച്ചും നീ തരുന്ന ബഹുമാനങ്ങളെക്കുറിച്ചും ഞങ്ങളെ സന്തോഷിപ്പിച്ചതിന് ശേഷം ഈ താഴ്ന്ന കടിപിടിയുടെ ദുനിയാവിൽ നിന്ന് മുന്തിയ ജീവിതത്തിലേക്ക് നിന്റെ ലിഖാഇനെ ആഗ്രഹിച്ച് നിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊടിക്കീഴിലെത്തണമെന്ന് ചിന്തിക്കുന്ന നേരം ഞങ്ങൾക്ക് ഞങ്ങളെ അവസരം ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഈ ദഅവത്തിന്റെ സദസ്സും ഞങ്ങളെ എല്ലാ ദഅവത്തിന്റെ സദസ്സുകളും ഞങ്ങളെ മജ്‌ലിസുകളും സ്ഥാപനങ്ങളും ഞങ്ങളെ വാക്കുകളും ചിന്തകളും പ്രവർത്തനങ്ങളും ഞങ്ങളെ ആഖിബത്ത് നന്നാകാനുള്ള
വഴിയായി നീ കബൂൽ ചെയ്യണേ അല്ലാ. പ്രസംഗിക്കുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴോ ഞങ്ങൾ എന്തെങ്കിലും സ്ഥാപനങ്ങളോ സംഘടനകളോ വർക്ക് ചെയ്യുമ്പോഴോ ഞങ്ങളെ ഖൽബിൽ നിന്റെ റഹ്മത്ത് ലഭിക്കണം, നിന്നെ കാണണം, നിന്നെ പൊരുത്തൽ ലഭിക്കണമെന്നതിന് പകരം സ്ഥാനമാനമോ ജനങ്ങൾക്കിടയിലുള്ള പേരോ പ്രശസ്തിയോ അല്ലെങ്കിൽ ആരോടെങ്കിലും വൈരാഗ്യം തീർക്കലോ വിദ്വേഷം തീർക്കലോ അങ്ങനെ നീ പൊരുത്തപ്പെടാത്ത വല്ല ചിന്തകളും ശൈത്താൻ ഞങ്ങളെ ഖൽബിൽ വല്ലപ്പോഴും കടത്തിക്കൊണ്ടുവന്നുവെങ്കിൽ ഞങ്ങളെ ശരീരത്തിനെ ചതിച്ചു വെക്കിൽ ഞങ്ങൾക്ക് ഈ ശഅബാനിലെ ഈ അവസാന നാളുകളിൽ ഒരു മിനിറ്റും താമസിപ്പിക്കാതെ ഈ സദസ്സിൽ തന്നെ ഞങ്ങൾക്കത് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ ഖൽബുകൾ നന്നാക്കണേ അല്ലാ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അല്ലാഹ ബിഖൽബിൻ സലീം. ആരോടും വൈരാഗ്യമില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത, ആരോടും പകയില്ലാത്ത, അല്പവും അഹങ്കാരമില്ലാത്ത, അല്പവും അസൂയയില്ലാത്ത ക്ലിയറായ മനസ്സുമായി യഥാ നിന്നെ സമീപിക്കുന്നവർക്ക് മാത്രമേ സമ്പത്ത് കൊണ്ട് ഫലമുള്ളൂ, അവർക്ക് മാത്രമേ സന്താനം കൊണ്ട് ഫലമുള്ളൂ, എന്തുകൊണ്ട് ഫലമുള്ളൂ എന്നല്ലേ നിന്റെ ഖുർആൻ ഞങ്ങളെ പഠിപ്പിച്ചത്. ഞങ്ങളെ മനസ്സുകൾ നന്നാക്കണേ അല്ലാ. സുഹൃത്തുക്കളെ, മരണത്തെക്കുറിച്ചുള്ള ബോധം എല്ലാ സമയത്തും നമുക്കുണ്ടാകണം. നീണ്ട പ്രസംഗം നടത്തുന്നില്ല, നീണ്ട പ്രസംഗങ്ങൾ കേട്ടവർക്ക് മണിക്കൂറുകൾ സുബ്ഹാനല്ലാഹ് 10ഉം 100ഉം മണിക്കൂറുകൾ പ്രസംഗിച്ച മെമ്മറി കാർഡുകൾ അതിങ്ങനെ എപ്പോഴും കേൾക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, ഡിവിഡികളും സിഡികളുമൊക്കെയുണ്ട്. പരിശുദ്ധ റമദാനിനെ സംബന്ധിച്ച് പുതുതായി ഇറങ്ങിയ ഡിവിഡിയുണ്ട്, സൂറത്തുൽ ഹുജറാത്ത് പ്രസംഗിച്ചതുണ്ട്, മെമ്മറി കാർഡുകളുണ്ട്. അതൊക്കെ വാങ്ങി നീണ്ട പ്രസംഗം കേൾക്കാം. ഞാൻ അല്പം മാത്രം സംസാരിച്ചിവിടെ നിർത്തട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മജ്‌ലിസുകളെല്ലാം അവൻ പൊരുത്തപ്പെട്ട മജ്‌ലിസാകട്ടെ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കുന്നതാണ്. അല്ലാഹു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. സുബ്ഹാനല്ലാഹ്. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നിങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകപ്പെടുന്നത്, വീടപ്പെടുന്നത് യൗമൽ ഖിയാമ, അത് അന്ത്യദിനത്തിലാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. രാമനാട്ടുകരയിൽ എല്ലാവരും എഴുന്നേറ്റ് ഒരു ദിക്റില്ല. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഔസുല്ലാഹ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ദിക്റല്ലേ. അല്ലാഹു തആല എനിക്ക് ഹാജറുള്ളവനാണ്, അല്ലാഹു എനിക്ക് സാക്ഷിയാണ്, അല്ലാഹു എന്നിലേക്ക് നോക്കുന്നവനാണ്, അല്ലാഹു എന്റെ കൂടെയാണ്. എവിടെയാണ് അല്ലാഹു തആല? അറിയാതെ വല്ലതും ചെയ്യാൻ നമുക്ക് കഴിയുമോ? അവൻ കാണാതെ വല്ലതും ചെയ്യാൻ കഴിയുമോ? അവൻ അറിയാത്ത വല്ലതും മനസ്സിൽ വിചാരിക്കാൻ കഴിയുമോ? അയഹ്സബുൽ ഇൻസാനു, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? അതേ മനുഷ്യന് തോന്നലുണ്ടോ?
അതേ യഹ്സബുൽ ഇൻസാനു ഒരു മനുഷ്യനും അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മനുഷ്യന് തോന്നുന്നുണ്ടോ? ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് യഹ്സബുൽ ഇൻസാനു അൻ ലൻ യഖ്ദിറ അലൈഹി അഹദ് യഖൂലു അഹ്ലക്തു മാലൻ ലുബദാ അയഹ്സബു അൻ ലം യറഹു അഹദ്. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവന്റെ അഹങ്കാരം കൊണ്ട് എന്നെ ആർക്കുമൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? മനുഷ്യന് തോന്നുന്നുണ്ടോ അവൻ ആരും കാണുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും മനസ്സിലുള്ളതും പുറത്തുള്ളതും ആപ്പ് കൊണ്ടുള്ള ഷോപ്പിങ്ങും മനസ്സിലുള്ള വിചാരവും എല്ലാം അല്ലാഹു അറിയുന്നില്ലേ? അവൻ കാണാത്തതുണ്ടോ? അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. സുബ്ഹാനല്ലാഹ്. രാമനാട്ടുകരയിൽ പ്രസംഗിക്കാനേറ്റ് പക്ഷേ അന്ന് വരാൻ കഴിഞ്ഞില്ല. അതൊരു മുസീബത്തുണ്ടായ സമയമായിരുന്നു. അൽഹംദുലില്ലാഹ്. നിങ്ങളെ റബ്ബിനോട് ദുആ ചെയ്യണം. നാളെ പാറക്കടവ് ദാറുൽ ഹുദാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുട്ടികൾക്ക് പഠനാരംഭമാണ്. നാളെ 9:30 മണിക്കാണ്. അതിന് 8:30 മണിക്ക് പെരിങ്ങത്തൂരിൽ ദാറുൽ ഹുദാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠനാരംഭമാണ്. അത് കഴിഞ്ഞ് 10:30 മണി 11 മണിക്ക് തൂവക്കുന്ന സ്കൂളിലും പഠനാരംഭമാണ്. ഈ വർഷം പാറക്കടവ് ദാറുൽ ഹുദയിൽ സാധാരണത്തെക്കാൾ കവിഞ്ഞ റിക്കാർഡ് അഡ്മിഷനാണ് എന്ന സന്തോഷം നിങ്ങളെ ഞാനിപ്പോൾ അറിയിക്കുന്നു. സാധാരണ LKGയിലേക്ക് 100-150 കുട്ടികൾ വരാറുണ്ട്. ഈ കൊല്ലം 200 കവിയുകയാണ്. എന്ന് മാത്രമല്ല, സ്റ്റാൻഡേർഡ് ക്ലാസ്സിലേക്ക് നേരത്തെ മുസീബത്തുണ്ടായപ്പോ ചിരിക്കുകയും മറ്റും ചെയ്ത ചില കക്ഷികളുണ്ട്. ചില ആളുകൾ ഒഴിഞ്ഞിങ്ങ് പോരുമെന്ന് കരുതിയവരുണ്ട്. അവരുടെ സ്ഥാപനത്തിൽ സ്റ്റാൻഡേർഡ് ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ടുവന്ന് നമ്മുടെ സ്ഥാപനത്തിൽ അഡ്മിഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സന്തോഷ വാർത്ത ഞാൻ നിങ്ങളോട് കൈമാറുന്നു. കാരണം നിങ്ങളൊരിക്കൽ ദുഃഖിച്ചവരായിരിക്കാം എന്നതുകൊണ്ട് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് കൈമാറിയതാണ്. സിറാജ് ഹുദയുടെ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും റിക്കാർഡ് അഡ്മിഷനാണ്. ഇന്ന് നാദാപുരത്ത് ഇന്നലെ അൽഹംദുലില്ലാഹ് 400-ലധികം കുട്ടികൾ പുതിയ അഡ്മിഷനാണ്. അല്ലാഹു നമുക്ക് തന്ന ബറക്കത്തുകൾ നിലനിർത്തി തരട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും വിവരമില്ലാത്തവർക്ക് തോന്നും വല്ല മുസീബത്തുകളും വരുമ്പോ വിവരമില്ലാത്തവർക്ക് തോന്നും അതെന്റെ വ്യാജശേഷിന്റെ കറാമത്താണെന്ന് തോന്നും. അങ്ങനെയൊന്നും ആർക്കും തോന്നേണ്ടതില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസ്അബ് മിൻഹു. അല്ലാഹു ഒരാൾക്ക് ഖൈറിനെ ഉദ്ദേശിച്ച വകയിൽ അവന് മുസീബത്തുണ്ടാകും. ഖൈർ ഉദ്ദേശിച്ച വകയിൽ മുസീബത്തുണ്ടാകും. അങ്ങനെയാണ് ഇമാം ബുഖാരി പറഞ്ഞത്. അത് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ മംഗളം പത്രത്തിന്റെ 3 പ്രതിനിധികൾ ഇന്ന് നാദാപുരത്ത് നമ്മുടെ സയൻസ് ആൻഡ് ആർട്സ് കോളേജിൽ വന്നു. ഞാനവിടെ സയൻസ് ആൻഡ് ആർട്സ് കോളേജിൽ കുട്ടികൾക്ക് എല്ലാ കുട്ടികളും ബികോമിന് ജയിച്ചിട്ടുണ്ട്, അതുപോലെ ഡിഗ്രിയിൽ ജയിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ അഭിനന്ദിക്കാൻ വേണ്ടി പോയൊരു പരിപാടിയിൽ അവർക്കിങ്ങനെ ഉപദേശം കൊടുക്കുകയാണ്. അത് കഴിഞ്ഞു വന്നപ്പോൾ റൂമിലിരിക്കുന്ന മംഗളം പത്രത്തിന്റെ 3 പ്രതിനിധികൾ, 3 ആളുകളും അമുസ്ലിം സുഹൃത്തുക്കളാണ്. അപ്പോ അവരെന്നോട് ചോദിച്ചു, ആ പ്രശ്നം വന്നപ്പോ നിങ്ങൾക്ക് എന്തോ പ്രയാസം ഉണ്ടായിരുന്നു? അവൻ എനിക്കൊരു പ്രയാസമില്ല, ഒരു പ്രയാസമില്ല. എന്തേ പ്രയാസമില്ലാത്തത്? നമ്മളെന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിലാണ് പ്രയാസം പോലും. വേറെ ആരോ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനാ പ്രയാസം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലേ, വലൈസൽ ഇൻസാനു ഇല്ലാ മാ സഅ അല്ലാത്ത ചില വാസിറത്തും വിസ്റ ഉഖ്റ. നമ്മൾ ചെയ്ത നല്ല കാര്യത്തിൽ നമുക്ക് അല്ലാത്ത പ്രതികൾ കിട്ടും.
നമ്മൾ ചെയ്ത തെറ്റാണെങ്കിൽ നമുക്ക് ശിക്ഷ ഉണ്ടാവും. നമ്മൾ തെറ്റില്ല, പിന്നെ നമ്മളതിനാ ഭയപ്പെടേണ്ട ആവശ്യം എന്താണ്? നമ്മൾക്ക് അതിന് പ്രയാസപ്പെട്ട ആവശ്യം. പിന്നെ മുസീബത്ത് ഏതാളുകൾക്കും സംഭവിക്കാവുന്ന കാര്യമാണ് മുസീബത്ത്. അത് ബഹുമാനപ്പെട്ട ഇമാം ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അലൈഹി തങ്ങൾ അവിടുത്തെ ഫത്ഹുർ റബ്ബാനി പറഞ്ഞു, ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, ഓ നബിയെ തങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. തങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു പറഞ്ഞപ്പോൾ ഉടനെ അവിടുത്തെ മറുപടി, അഇദ്ദ ലിൽ ഫഖ്രി ജിൽബാബ, നീ എന്നെ ഇഷ്ടപ്പെടുന്നു, ശരിക്കും മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുകയാണോ? എന്നാൽ അഇദ്ദ ലിൽ ഫഖ്രി ജിൽബാബ, നിനക്ക് വലിയ ദാരിദ്ര്യം വരും കേട്ടോ, വലിയ ദാരിദ്ര്യം ഫഖീർത്തരം വരും, അതിൽ ഒരുങ്ങി നിന്നോ. എന്തേ കാരണം? അദ്ദേഹത്തിനുള്ള ഹൈറുദ്ദേശിക്കുന്നുണ്ട്. ഹൈറുദ്ദേശിക്കുമ്പോൾ ചിലപ്പോൾ മുസീബത്തിനാവും. അവിടെ ഹൈറുദ്ദേശവർക്കൊക്കെ മുസീബത്തുണ്ടാവണമെന്നില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകോട്ടാകെ അടക്കി മരിച്ച രാജാവല്ലേ? അങ്ങനെയുണ്ട് അമ്പിയാക്കളെ കൂട്ടത്തിൽ. അതേ സമയത്ത് വളരെ പ്രയാസപ്പെട്ടവരുണ്ട് അമ്പിയാക്കളെ കൂട്ടത്തിൽ, അല്ലേ? പട്ടിണി കിടന്നവരുണ്ട്, അതുപോലെ തന്നെ പ്രയാസപ്പെട്ടവരുണ്ട്, ശത്രുക്കൾ കൊന്നുകളഞ്ഞവരുണ്ട്. ശത്രുക്കളിൽ എന്തെല്ലാം പറഞ്ഞവരുണ്ട്? കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സക്കാത്ത് കൊടുക്കണോന്ന്, അത് കാറൂന് പിടിച്ചില്ല. കാറൂൻ വലിയ മുതലാളി, മൂപ്പർക്ക് പിടിച്ചില്ല. കാറൂൻ എന്ത് ചെയ്തു? ഒരു പെണ്ണിന് പൈസ കൊടുത്തു, പെണ്ണിന് പൈസ കൊടുത്തു. എന്നിട്ട് അവളെ കൊണ്ട് പീഡന കേസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. സുബ്ഹാനല്ലാഹ്, കാറൂൻ മുതലാളി. എന്നിട്ട് എന്ത് ചെയ്തു? മൂസാ നബി ഇസ്ലാമിനോട് പറഞ്ഞു, സക്കാത്ത് കൊടുക്കണമെന്ന് എന്നോട് മാത്രം പറഞ്ഞാൽ എല്ലാവരും വിളിച്ചുകൂട്ടി പറയണേ, നമ്മളെ സഹസുണ്ടാക്കില്ല. മൂസാ നബി നിഷ്കളങ്ക മനസ്സല്ലേ, എല്ലാവരും വിളിച്ചുകൂട്ടി. മൂസാ നബി ഇസ്ലാമിനോട് പറഞ്ഞാൽ പിന്നെ എല്ലാവരോടും പറയുന്നു. മൂസാ നബി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ചങ്ങായി എണീറ്റ് നിന്നിട്ട് ചോദിക്കുകയാണ്, അല്ല മൂസ, വ്യഭിചരിച്ചാൽ എന്താ ശിക്ഷ? മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, വിവാഹം ഞാനാണെങ്കിൽ എറിഞ്ഞു കൊന്നാളാണോ? നിങ്ങളെ ഞാൻ വ്യഭിചരിച്ചെങ്കിലോ എന്ന് ചോദിച്ചു മൂസാ നബി. മൂസാ നബിക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ചോദ്യം, നിങ്ങളെ ഞാൻ വ്യഭിചരിച്ചെങ്കിലോ? മൂസാ നബി, ഞാനായാലും ശിക്ഷ അങ്ങനെ തന്നെ, ശരീഅത്തിന്റെ നിയമത്തിന് മാറ്റം ഉണ്ടാവില്ലല്ലോ, ഞാനായാലും നിയമം അങ്ങനെ തന്നെ. എന്നാ നിങ്ങൾ വ്യഭിചരിച്ചിട്ടുണ്ടല്ലോ തന്നെ. ഞാനോ? ആരെ? അത് ഇന്ന ഒരു സ്ത്രീയെ ഞാൻ അവളെ വ്യഭിചരിച്ചു. അതെ, അവള് വേശ്യപ്പെണ്ണാണ്. വേശ്യപ്പെണ്ണിനെ പറഞ്ഞ് ശരിയാക്കി വെച്ചോട്ട് ശരിയാക്കിയതാണ്. അവളെ കൊണ്ടുവന്നു മൂസാ നബി ഇസ്ലാമിന്റെ മുമ്പില്. മൂസാ നബി ഇസ്ലാമിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവള് മൂസാ നബി ഇസ്ലാമിനെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം പറയാൻ പോയി. മൂസാ നബി ഇസ്ലാം ഒരൊറ്റ ചോദ്യം ധൈര്യത്തിന്. മൂസാ നബി ഇസ്ലാം ഒരൊറ്റ ചോദ്യം അള്ളാഹുവിനെ മുൻനിർത്തി, അള്ളാഹിനെ മുൻനിർത്തി സത്യം ചെയ്യാൻ പറയുന്നു. ഈ സത്യം പറഞ്ഞോളും, കളവ് പറയുന്നു കേട്ടോ. എന്താണ്ടേ? ഇവള് പറഞ്ഞു, അത് ഇവരെനിക്ക് പൈസ തന്നിട്ട് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയാൻ വേണ്ടി എന്നോട് പറഞ്ഞതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിൽ എന്താ ഞാൻ ചെയ്ത തെറ്റ്, ഇവരൊക്കെ നല്ലത് പറഞ്ഞു കൊടുത്ത് ഇവരൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ച്, ഇവരെ ഫിറോവിന്റെ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ച്, ഇവർക്ക് വേണ്ടിയാ ഞാൻ ഈ സേവനം തീർത്തും ചെയ്ത്, ഇവരെ അന്നാക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തത്. എന്നിട്ട് എന്നെ ഇവരെ സ്വർഗത്തിലെത്തിക്കാനാണ് ഞാൻ അധ്വാനമൊക്കെ അധ്വാനിച്ച്, എന്നിട്ട് എന്നെ കൊടുക്കാൻ വേണ്ടിയല്ലേ ഈ പണി ഒപ്പിച്ചത്? മൂസാ നബി അലൈഹി ഇസ്ലാമിന് വല്ലാത്ത സങ്കടം. മൂസാ നബി ഇസ്ലാം ഒരൊറ്റ സുജൂദങ്ങ് ചെയ്തു. ആ സുജൂദിൽ വെച്ച് കരയുമ്പോ അതാ വലിയ ഒരു ഗർത്തത്തിൽ നിന്ന്, വലിയ ഒരു മുസീബത്തിൽ നിന്ന് ആ പെണ്ണ് സത്യം പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടപ്പോൾ പടച്ചവന് ശുക്ർ ചെയ്യാൻ സുജൂദ് ചെയ്തില്ലേ? ആ സുജൂദിൽ മൂസാ നബി പൊട്ടി അങ്ങ് കരഞ്ഞുപോയി. അള്ളാഹു പറയുന്നു, മൂസാ നബിയെ സങ്കടപ്പെടണ്ട, നിങ്ങൾക്ക് എന്ത് വേണം ഭൂമിയോട് പറഞ്ഞോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയെ വിളിച്ചെന്ന് പറഞ്ഞു, പറഞ്ഞങ്ങ് തീരണ്ട താമസം. ഹാറൂനിന്റെ ചിരിപ്പടിക്കേറി ഭൂമിയിൽ നിന്ന് താണുപോയി. ഹാറൂനിന്റെ കാലിങ്ങനെ താഴുകയാണ്, ഭൂമിയിലേക്ക് കണ്ടുപോവുകയാണ്. ആ സമയത്ത് ഹാറൂൻ അതാ വിളിക്കുന്നു, യാ മൂസാ, യാ മൂസാ. മൂസാ നബിയുടെ കുടുംബക്കാരനാണ്. കാനമിൽ ഖൗമി മൂസാ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ. മൂസാ നബി വീണ്ടും പറയുന്നു, യാ ഖുദീ. ഹാറൂൻ നിലവിളിക്കുകയാണ്, താഴോട്ട് ഇങ്ങനെ താണു പോവുകയാണ്. മൂസാ മൂസാ മൂസാ. മൂസാ നബി വീണ്ടും പറയുന്നു, പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ഹാറൂൻ അങ്ങനെ താണ് ഭൂമിയിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് ചോദിക്കുന്നു, മൂസാ
ഇത്രയും നാളുകേട് നിങ്ങളോട് അപേക്ഷിച്ചിട്ട് നിങ്ങളതാ ഭൂമിയോട് വിട്ടുകൊടുക്കാൻ പറഞ്ഞില്ലല്ലോ. എന്നോടാണ് പറഞ്ഞതെങ്കിൽ ഞാൻ കാരുണ്യം കാണിക്കുമായിരുന്നു. മൂസാ നബിയുടെ മറുപടി, ഞാൻ അവനെ വെറുത്തത് നിന്റെ കാരണത്തിന് വേണ്ടിയാണ്. നിന്റെ ദീനിന്റെ പ്രചരണം ഞാൻ ഇഖ്ലാസോടെ നടത്തുമ്പോ എന്നെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ദുരാരോപണമുണ്ടാക്കിയിട്ട് എന്റെ ദീനീ പ്രവർത്തനത്തിന് തടയിടാനും എന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്താനും അതിലൂടെ ഹിദായത്തിന്റെ വഴിയിലേക്ക് വരുന്ന ജനങ്ങളുടെ എന്റെ ദഅവത്ത് മുടക്കാനും എന്റെ ദഅവത്തിലൂടെ ഹിദായത്തിന്റെ വഴിക്ക് വരുന്ന ജനങ്ങളുടെ വഴിമുടക്കാനും അതിലൂടെ നിന്നിലേക്ക് ക്ഷണിക്കാൻ വന്ന എന്നെ നിന്നിലേക്ക് എത്തിച്ചേരുന്നതിൽ നിന്ന് മാറ്റിവെക്കാനുമല്ലേ അവൻ ഈ ആരോപണം പറഞ്ഞുണ്ടാക്കിയത്. അതുകൊണ്ട് നിന്റെ വഴിമുടക്കിയായതിനാൽ ഞാൻ നിനക്ക് വേണ്ടിയാണ് അവനെ പിടിക്കാൻ പറഞ്ഞത്. എന്റെ സ്വന്തം കാര്യത്തിനല്ല. فخسفنا به وبداره الأرض. ഖാറൂനിനെയും ഖാറൂനിന്റെ വീടും നമ്മൾ ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു എന്ന് ഖുർആനിലുണ്ട്. അതിന്റെ തഫ്സീറിൽ ഈ സംഭവം വളരെ വിശദമായി റൂഹുൽ മആനി തഫ്സീറിൽ എഴുതി വെച്ചിട്ടുണ്ട്. മുതഅല്ലിമീങ്ങളെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് മുസീബത്തുകൾ ഉണ്ടാകലും മറ്റുമൊക്കെ അത് എല്ലാ മഹാന്മാർക്കും സംഭവിക്കാം. അവിടെയൊന്നും പതറിപ്പോകാതെ ഇതല്ല ജീവിതം. ഇത് പ്രതിഫലത്തിന്റെ ജീവിതമല്ല. പ്രതിഫലത്തിന്റെ ജീവിതം നിങ്ങൾ എടുക്കുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം, നിങ്ങൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളുടെ പ്രതിഫലം അത് ശരിയായ നിലക്ക് പൂർത്തീകരിച്ച് നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിലാണ്. ഒരു മനുഷ്യന്റെ ഖിയാമത്ത് അവന്റെ മരണത്തോടുകൂടിയാണ്. മരണത്തിന് മുമ്പ് ഇവിടെ പ്രതിഫലത്തിന്റെ ലോകമല്ല. അതുകൊണ്ട് ചിലപ്പോൾ തെമ്മാടികൾ നല്ല സൗകര്യപൂർവ്വം സുഖിച്ച് ജീവിച്ചേക്കാം. വലിയ വലിയ മഹാന്മാര് ചിലപ്പോൾ കഷ്ടപ്പെട്ടേക്കാം. ചിലപ്പോൾ മഹാന്മാരും സുഖിച്ച് ജീവിച്ചേക്കാം. ചിലപ്പോൾ അതേ തെമ്മാടികളും കഷ്ടപ്പെട്ടേക്കാം. ഈ ലോകം പ്രതിഫലത്തിന്റെ ലോകമല്ല, മറിച്ച് ശരിയായ പ്രതിഫലത്തിന്റെ ലോകം പാരത്രിക ലോകമാണ്. അത് നമ്മുടെ മനസ്സിലെപ്പോഴും ഓർമ്മ ഉണ്ടാകാനാണ് സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹ് നമ്മളെ പഠിപ്പിച്ചില്ലേ, ദിവസേന ഓതേണ്ടതല്ലേ, മാലികി യൗമിദ്ദീൻ. ആ വാക്കിന്റെ അർത്ഥം തന്നെ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹ്. പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹ്. ഇവിടെ യഥാർത്ഥ പ്രതിഫലത്തിന്റെ ലോകമല്ല. യഥാർത്ഥ പ്രതിഫലം നിൽക്കുന്നത് പാരത്രിക ലോകത്താണ്. ആ ലോകത്തിന് വേണ്ടി ആരാണോ അധ്വാനിച്ചത് അതാണ് റബ്ബ് പറഞ്ഞത്, അവിടെ എവിടെയാ വിജയം? ആർക്കാണ് വിജയം? അല്ലാഹുവേ, വിജയത്തിന് മാത്രം സൽക്കർമ്മങ്ങളൊന്നും സാധുക്കളായ ഞങ്ങളെ കൈവശത്തിനില്ല. പക്ഷേ നീ ഞങ്ങൾക്ക് റജബും ശഅബാനും ഒക്കെ തന്നതെന്തിനാണ്? ഞങ്ങൾക്ക് റമദാൻ തന്നതെന്തിനാണ്? വെള്ളിയാഴ്ച ഔപകലും തന്നതെന്തിനാണ്? ദുൽഹജ്ജ് മാസവും ദുൽഹജ്ജ് 10ഉം 11ഉം അറഫ ദിവസവും ഒക്കെ തന്നതെന്തിനാണ്? നിന്റെ കാരുണ്യത്തിന്റെ ഭാഗമല്ലേ അത്? നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളിൽപ്പെട്ട ഞങ്ങൾ അറിവ് കേടുകൊണ്ടോ ചിന്തക്കുറവ് കൊണ്ടോ ദൗർബല്യം കൊണ്ടോ തടീച്ചക്ക് വഴിപ്പെട്ടിട്ടോ ശൈത്താനിനെ വഴിപ്പെട്ടിട്ടോ ഞങ്ങളിൽ നിന്ന് വല്ല തെറ്റും വന്നെങ്കിൽ അതെല്ലാം കഴുകി വൃത്തിയാക്കി ഞങ്ങൾക്കൊന്ന് നന്നാകാനും തൗബ ചെയ്യാനും അങ്ങനെ
ഇതേ സ്വർഗത്തിൽ ഞങ്ങൾക്കും നിമിത്തമാകാനുമല്ലേ നീ ഞങ്ങൾക്ക് ഈ മഹത്തായ ശഅബാനും റമദാനൊക്കെ തന്നത്. ബറക്കത്ത് തരണേ അല്ലാഹ്. റമദാനിനെ സ്വീകരിക്കാനും യാത്രയേക്കാനും നീ പലതവണ തൗഫീഖ് തരണേ അല്ലാഹ്. സൽകർമ്മത്തിന് ഭാഗ്യം തരണേ അല്ലാഹ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് ആരെയാണോ ദൂരീകരിക്കപ്പെട്ടത്, അതേ സ്വർഗത്തിൽ ആരെയാണോ പ്രവേശിപ്പിക്കപ്പെട്ടത്, ഫഖദ് ഫാസ്, അവൻ വിജയം കൈവരിച്ചു പോയി. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ഭൗതിക ലോകത്തുള്ള സ്ഥാനമാനങ്ങളോ അന്തസ്സുകളോ കാര്യലാഭങ്ങളോ സ്ഥാനമാനങ്ങളോ അതേ സാമ്പത്തിക ശേഷിയോ ആരോഗ്യമോ ഭംഗിയോ യഥാംഗീകാരങ്ങളോ അല്ലാഹ് ഈ ദുനിയാവിന്റെ ജീവിതം അമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അത് ചതിയാണ് കേട്ടോ, താൽക്കാലികമാണ് കേട്ടോ, നിലനിൽക്കാത്തതാണ് കേട്ടോ. അതാണ് ഇമാം ബൂസരി തങ്ങൾ പറഞ്ഞത്, ഫയാ ഖസാറത നഫ്സിൻ ഫീ തിജാറതിഹാ ലം തസ്തരി ദീന ബി ദുനിയാ വലം തസുബി വമൻ യബിആജിലൻ മിൻഹു ബിആജിലിഹി യബില്ലഹുൽ ഖബലു ഫീ ബൈഇൻ വഫീ സല്ലമീ. വിജയം കൈവരിച്ച കച്ചവടക്കാരനുണ്ട്. ആ വിജയം കൈവരിച്ച കച്ചവടക്കാരൻ ഇവിടെയുള്ള ക്ഷണികമായ ജീവിതത്തിൽ കുറഞ്ഞ കാലം, കുറഞ്ഞ വർഷമോ ദിവസമോ മാസമോ ജീവിക്കുന്നതിന് ചിന്തിക്കുന്നതിന് പകരം ഇവിടെ ജീവിക്കണം, അത് ഖൈറായ ജീവിതമാകണം. അതിന് റബ്ബിനോട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹലാലായ മാർഗത്തിൽ തൊഴിലെടുക്കുന്നു, ഹലാലായ വഴിയിൽ ബിസിനസ് നടത്തുന്നു, ഹലാലായ വഴിയിൽ കൃഷി നടത്തുന്നു, ഹലാലായ വഴിയിൽ അധ്യാപനം നടത്തുന്നു, ഹലാലായ വഴിയിൽ മൈസൂരിന് വേണ്ടി വിദേശത്തും നാട്ടിലുമൊക്കെ അധ്വാനിക്കുന്നു, പോകുന്നു, വരുന്നു, പ്രവർത്തിക്കുന്നു. പക്ഷേ ദുനിയാവിലേക്ക് മനസ്സ് തിരിഞ്ഞിട്ടില്ല. ദുനിയാവിന് വേണ്ടി ഒരു നേരം നിസ്കാരം ഖളാഅക്കുന്നില്ല, നോമ്പൊഴിക്കുന്നില്ല, സക്കാത്ത് കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നില്ല, ധർമ്മം ചെയ്യാതെ ബഖീലാകുന്നില്ല, പടച്ചറപ്പ് കൊടുത്ത നാവ് കൊണ്ട് ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയുന്നില്ല, ആലിമീങ്ങളെ കുറ്റം പറയുന്നില്ല, സയ്യിദന്മാരെ നിന്ദിക്കുന്നില്ല, പ്രായമുള്ളവരെ അവഗണിക്കുന്നില്ല, കുട്ടികളോട് കാരുണ്യം കാണിക്കാതിരിക്കുന്നില്ല, സ്വന്തം ഭാര്യമാരെ പീഡിപ്പിക്കുകയോ അവഗണിക്കുകയോ ചീത്ത പറയുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുന്നില്ല, സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്നില്ല, പാപ്പവുമ്മയെ അവഗണിക്കുന്നില്ല, അയൽവാസിയെ ശല്യം ചെയ്യുന്നില്ല, കുടുംബബന്ധം മുറിക്കുന്നില്ല, ആരോടും മനസ്സിൽ വൈരാഗ്യമോ വിദ്വേഷമോ വെക്കുന്നില്ല, കുറ്റം പറഞ്ഞവനെ കണ്ടാലും തെറി പറഞ്ഞവനെ കണ്ടാലും ചീത്ത പറഞ്ഞവനെ കണ്ടാലും അതേ എന്ത് തന്നെ ചെയ്തവനെ കണ്ടാലും അവനൊന്ന് നന്നായി കിട്ടണമെന്ന ചിന്തയല്ലാതെ മനസ്സിന്റെ ഉള്ളിൽ വൈരാഗ്യമില്ല. തെളിഞ്ഞ മനസ്സോടെ ജീവിച്ച് റബ്ബ് കൽപ്പിച്ചതെടുത്ത് റബ്ബ് വിരോധിച്ചത് കൈയൊഴിച്ച് ജീവിച്ചിട്ടുള്ളവനാരോ അവൻ ദുനിയാവിന്റെ ചതിയിൽ പെട്ടിട്ടില്ല. അവൻ ആളുകൾ വന്ന് കൈപിടിച്ച് ചുംബിക്കുമ്പോൾ അതാ എന്റെ കൈ വലിയ ബറക്കത്തുള്ള കൈയാണെന്ന് അവന്റെ മനസ്സിൽ വന്നിട്ടില്ല. ചുംബിച്ചവന്റെ മുഖത്തിന്റെയോ മൂക്കിന്റെയോ അവന്റെ ആ ചുണ്ടിന്റെയോ ബറക്കത്തോട്ട് എന്റെ കൈകൊണ്ട് നരകത്തിൽ രക്ഷപ്പെടണമെന്നല്ലാതെ എന്റെ കൈയിന്റെ ബഹുമാനം കൊണ്ട് അവന്റെ ചുണ്ട് രക്ഷപ്പെടണമെന്ന അഹങ്കാരം മനസ്സിൽ വന്നിട്ടില്ല.
ദുആ ചെയ്യണേ എന്നൊരാൾ പറയുമ്പോ ഞാനൊരു ദുആർക്കേണ്ട ആളാണ് എന്ന ചിന്ത വന്നിട്ടില്ല. മറിച്ച് ആ മനുഷ്യൻ വളരെ താഴ്മയുള്ള മനുഷ്യനാണ്. എന്നോട് ദുആ ചെയ്യാൻ പറയുകയാണ്. റബ്ബിന്റെ അടുക്കൽ എന്നെക്കാൾ ദുആക്ക് ഉത്തരം കിട്ടുന്നവൻ എന്നോട് വസിയ്യത്ത് ചെയ്ത സാധാരണക്കാരനാകാം എന്ന ചിന്തയല്ലാതെ ഞാനൊരു ദുആ ചെയ്യേണ്ടവനാണ് എന്ന ഒരു ചിന്ത ഖൽബിൽ ചെയ്താൽ ഉത്തരം കിട്ടുന്നവനാണ് എന്ന ചിന്ത വന്നിട്ടില്ല. അഹങ്കാരം വന്നിട്ടില്ല. ഒരാൾ അല്ലാഹുവിന്റെ ഏതെങ്കിലും ഒരു രംഗത്ത് നിയമത്ത് ചെയ്യുമ്പോ ആ നിയമത്തൊന്ന് മാറിക്കിട്ടണം, നീങ്ങിക്കിട്ടണമെന്ന് മനസ്സിൽ തോന്നിയിട്ടില്ല, അസൂയ വെച്ചിട്ടില്ല. തെളിഞ്ഞ മനസ്സുമായി യജമാനനായ റബ്ബന്റെ മനസ്സറിയുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. എന്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും അല്ലാഹു അറിയുന്നുണ്ടല്ലോ. എന്റെ കോപ്പിരാട്ടികളോ എന്റെ അഭിനയങ്ങളോ എന്റെ മറ്റെന്തെങ്കിലും കാട്ടിക്കൂട്ടലുകളോ അതൊന്നും റബ്ബിന്റെ അടുക്കൽ വില പോകൂലല്ലോ. എന്റെ മനസ്സ് റബ്ബിനറിയാമല്ലോ, എന്റെ ജീവിതം റബ്ബിനറിയാമല്ലോ. എന്തെല്ലാം തെറ്റുകൾ വന്ന പാപിയാണ് ഞാൻ. കൽപ്പിക്കപ്പെട്ടതെന്തൊക്കെ ഒഴിഞ്ഞുപോയവനാണ് ഞാൻ. കൽപ്പിച്ച നിസ്കാരം തന്നെ നിസ്കരിച്ചപ്പോ ഭക്തിയില്ലാതെ ദുനിയാവിന്റെ ചിന്തകൾ കടന്നു വന്നവരല്ലേ ഞാൻ. പല സ്ഥലത്തും അപാകത വന്നവരല്ലേ ഞാൻ. നരകത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തവർ അവൻ നിശ്ചയം വിജയിച്ചു എന്നല്ലാതെ ആളുകൾ കൈപിടിച്ച് ചുംബിച്ചവർ വിജയിച്ചതല്ലോ ഖുർആനിലുള്ളത്. കയറി വരുമ്പോഴത്തേക്ക് വീടുവിട്ടവൻ വിജയിച്ചതല്ലോ ഖുർആനിലുള്ളത്. ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രസിഡന്റോ സംഘടനയോ ഖജാൻജിയോ കുറെ സ്ഥാപനമുണ്ടാക്കുകയോ അല്ലെങ്കിൽ നോക്കുകയോ ചെയ്യുന്നവൻ വിജയിച്ചു എന്നല്ലല്ലോ ഖുർആനിലുള്ളത്. فمن زحزح عن النار وادخل الجنة فقد فاز. നരകത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടവൻ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടവൻ ഫഖദ് ഫാസ്. അവൻ അവശ്യം വിജയിച്ചു കഴിഞ്ഞു. അല്ലാഹുവേ, ആ വിജയികളിൽ സാധുക്കളായ ഞങ്ങളെ ഉമ്മവാപ്പമാര്, ഞങ്ങളെ ഉസ്താദുമാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കൂടെ സഹകരിക്കുകയും ചെയ്ത ലോകത്തെവിടെയെല്ലാം മുഅ്മിനാത്തുകളുണ്ടോ അവൻ നീ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനേ. സുഹൃത്തുക്കളെ, നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. നല്ല നല്ല സ്ഥാപനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കണം, പ്രവർത്തിക്കണം. അതുപോലെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതുപോലെ സംഘടനയുടെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടി വന്ന ആ സ്ഥാനത്ത് ഇരുന്ന് പ്രവർത്തിക്കണം. അതെല്ലാം വേണം. പക്ഷെ അതൊന്നും നമ്മൾ വിജയിച്ചു എന്നതിന്റെ മാനദണ്ഡം അല്ല. വിജയിച്ചവർ സ്വർഗത്തിൽ കടന്നവരാണ്. അതിന് അല്ലാഹുവിനോട് പറയണം. പരിശുദ്ധ റമളാനിൽ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ ധാരാളം പറയണം. അല്ലാഹുവേ, എനിക്ക് കാരുണ്യം ചെയ്യണേ. ഏറ്റവും വലിയ കാരുണ്യം ചെയ്യുന്ന അല്ലാഹുവേ, എനിക്ക് കാരുണ്യം ചെയ്യണേ. മനസ്സറിഞ്ഞ് പറയണം. വെറുതെ നാവുണ്ട് അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന് പറയലല്ല, മനസ്സറിഞ്ഞ് പറയണം. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. എന്റെ ദോഷങ്ങളൊക്കെ എനിക്ക് മാപ്പാക്കണേ, പുറത്തു തരണേ, എന്റെ വീടുകളിൽ മായ്ച്ചു കളയണേ യാ റബ്ബൽ ആലമീൻ. സർവ്വലോകത്തെ സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന നീ തന്ന വെള്ളവും നീ തന്ന ഭക്ഷണവും നീ തന്ന ഓക്സിജനും നീ തന്ന ആരോഗ്യവും നീ തന്നതൊക്കെ അനുഭവിച്ച് ജീവിക്കുമ്പോൾ അതിനോട് തെറ്റിയത് നീ മാപ്പാക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനന്നാർ. നരകത്തിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കണേ. അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. സ്വർഗ്ഗത്തിൽ നീ എന്നെ കടത്തണേ റബ്ബുൽ ആലമീൻ. ഇങ്ങനെ പറയണം. അല്ലാഹുമ്മ ഇന്നക
നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്, എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ. ഇങ്ങനെ റബ്ബിനോട് താട് വീട് പറഞ്ഞ് മലയാളത്തിലും അറബിയിലും ഒക്കെ പറഞ്ഞ് അല്ലാഹുവിന്റെ കാരുണ്യം വാങ്ങി മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് സ്വർഗാവകാശിയായി മരിക്കാൻ സാധുക്കളായ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുക്കേണ്ടി വന്നാൽ ഭരണമേറ്റെടുക്കണം. അത് തെറ്റല്ല. നമ്മളൊരു വിഷയത്തിലുണ്ടെങ്കിൽ അത് നല്ല നിലക്ക് പോകുന്നു കണ്ടാൽ നമ്മൾ ആ വിഷയത്തിൽ പങ്കുചേരണം. അത് അധികാരമോഹമല്ല. സുഹൃത്തുക്കളെ അത് പറഞ്ഞ സമയം പോകുന്നു, ഞാൻ പറയുന്നില്ല. കുറ്റിയാടി സിറാജുള്ളത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ടൊരു മീറ്റിംഗ് വിളിച്ചൊരു വീട്ടിൽ, ആ വീട്ടുകാരൻ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിന് പ്രായമുള്ള ഒരാളായിരുന്നു. അയാളെ വീട്ടിൽ യോഗം വിളിച്ചു. ആ യോഗത്തിൽ ഞാൻ കുറെ ആളുകളെ വിളിച്ചു കൂട്ടി. അവർക്ക് നല്ല ക്ലാസ്സെല്ലാം എടുത്ത് സുന്നത്തിമാതിരി എന്തെങ്കിലും ഒന്ന് ചെയ്യണം സിറാജ് കുറ്റിയാടിയിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ എഴുതുന്നത് ഞാൻ തന്നെ, ക്ലാസ് എടുക്കുന്നത് ഞാൻ തന്നെ, ഇങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കുന്ന പോലെല്ലാം പേരവരെല്ലാം പറഞ്ഞു. എന്റെ പേര് മാത്രം അവർ പറഞ്ഞില്ല. ഞാൻ സംഘടിപ്പിച്ച പരിപാടി. അപ്പൊ എനിക്ക് തോന്നി ഇതിനിപ്പോ ഞാനുണ്ടാവില്ല. ഞാനില്ലെങ്കിൽ അവിടെ പിന്നെ അത് നടക്കലും ഉണ്ടാവില്ല. നടന്നിട്ടുണ്ടെങ്കിൽ അതേതെങ്കിലും പുത്തൻ പ്രസ്ഥാനക്കാരൻ കയ്യിലാക്കുകയും ചെയ്യും. എന്ന് എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, ഞാനിതിൽ വേണ്ടാലോ എന്ന് ചോദിച്ചു. ഞാൻ കയറിക്കൂടാൻ വേണ്ടി ചോദിച്ചതാ. അപ്പൊ ഇവരെന്നോട് പറഞ്ഞു, നിങ്ങളെന്തായാലും പോണോന്ന് പറഞ്ഞിട്ടിപ്പോ എന്റെ പേര് ഞാൻ എഴുതി. ഞാനും മെമ്പറായതിന്റെ ശേഷം ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് ഇതൊരു ഭരണഘടന വേണോന്ന്. എന്നാ ഞാൻ എഴുതിക്കൊണ്ടേരട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് ഭരണഘടനയിലായാലും ഞാനും ഏറ്റെടുത്തു. അങ്ങനെയാണ് സിറാജ് തുടങ്ങിയത്. അത് ഇഖ്ലാസോടെ കയറിയതാ കമ്മിറ്റിയിൽ. കാരണം കമ്മിറ്റി വിളിച്ചു ഞാൻ തന്നെയാണ്, മീറ്റിംഗ് വിളിച്ചു ഞാൻ തന്നെയാണ്. അപ്പൊ ചിലപ്പോ നമ്മൾ കമ്മിറ്റി കയറിക്കൂടണോ, അതും സ്ഥാനമാനം ആഗ്രഹിക്കലാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അത് നമ്മൾ അവിടെ എന്താണ് ആവശ്യമുള്ള അതാണ് ദീനിന്റെ പ്രവർത്തനം. ചിലപ്പോൾ നമ്മുടെ ശരീരം കൊണ്ടെത്താനിക്കട്ടെ, ചിലപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ടെത്താനിക്കട്ടെ, ചിലപ്പോൾ പ്രാർത്ഥന കൊണ്ടെത്താനിക്കട്ടെ, ചിലപ്പോൾ നമ്മൾ കൈകൊണ്ട് സംഭാവന കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ അവിടെ പോകലൊരു സഹായമായി. നിങ്ങളോട് എല്ലാവരും ഞാൻ പറയാം, വെള്ളിയാഴ്ച എല്ലാവരും വരണം കോഴിക്കോട്ട് നമ്മുടെ SOESന്റെ റമദാൻ ക്യാമ്പയിൻ ഉദ്ഘാടനമാണ്. അപ്പൊ സി ഉസ്താദ് ഉണ്ടാവും, വിനീതനായി ഞാൻ എന്തായാലും ഉണ്ടാവും, അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ടാവും. അപ്പൊ നിങ്ങളെല്ലാവരും പരിപാടിക്ക് വരണം. അവിടെ വെച്ച് ഇൻഷാ അല്ലാഹ് റമദാനെ സംബന്ധിച്ച് സംസാരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പരിപാടി ഏൽക്കുമ്പോൾ അങ്ങനെ ഒരു സതുദ്ദേശം കൂടി എനിക്കുണ്ട്. നിങ്ങളൊക്കെ പരിപാടിക്ക് ക്ഷണിക്കുക എന്നുള്ളൊരു സതുദ്ദേശവും കൂടി എനിക്കുണ്ട്. സതുദ്ദേശം കൂടുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഒന്നിന്റെ പുറം വേറൊരു ഉദ്ദേശം കൂടി അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അവിടെ നിങ്ങളെല്ലാവരും ആ പരിപാടിക്ക് വരണം എന്ന് പ്രത്യേകമായി ഞാൻ ക്ഷണിക്കാൻ. കോഴിക്കോട് ടൗണിലുള്ള ഒരു പരിപാടിയാകുമ്പോൾ നിങ്ങളെല്ലാം വന്ന് അതിൽ പങ്കെടുക്കണം. അല്ലാഹു തആല നമ്മളെല്ലാ പരിപാടികളും അല്ലാഹു പൊരുത്തപ്പെട്ട സാലിഹായ സ്വീകരിച്ചു. വ്യാഴാഴ്ചയായിരുന്നു ആദ്യം തീരുമാനിച്ചു. പക്ഷെ അന്ന് ബസ്സില്ല, ബസ് സമരമാണ്. നമ്മുടെ നാട് സമരത്തിന്റെ നാടല്ലേ, പിന്നെന്താക്കാനാ. അപ്പോ ബസ് സമരമാണ് പിന്നെന്താക്കാൻ അങ്ങനെ വെള്ളിയാഴ്ചക്ക് മാറ്റി വെച്ചാണ്. അതുകൊണ്ട് എല്ലാവരും പരിപാടിയിൽ വരണമെന്ന് ക്ഷണിക്കുകയാണ്. നമുക്ക് ഫാത്തിഹയും സൂറത്ത് ഓതിയിട്ട് അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ആക്കത്തരമുള്ള മജ്‌ലിസാണ്. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സാലിഹായ സ്വീകരിച്ചു. തീരെ സുഖമില്ലാത്ത ഒരാൾ അയാൾക്കൊരു വീടുണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇവിടെ ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയിൽ നിങ്ങളൊക്കെ നല്ല സംഭാവന. ഒരു പാവപ്പെട്ട ഒരാൾക്ക് വീടുണ്ടാക്കുന്ന ഇതിന്റെ എന്തെങ്കിലും ചെലവുകളുണ്ടെങ്കിൽ ചെലവ് കഴിച്ചിട്ട് ബാക്കി മുഴുവനും ആവശ്യത്തിന് ചെലവഴിക്കാനാണ് ഉദ്ദേശം എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അപ്പൊ ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്താൽ എന്താണ് അതിന്റെ ഒരു നിയമത്തിൽ? അവരവിടുന്ന് നിസ്കരിക്കുമ്പോഴും അവർ ഭക്ഷണം കഴിക്കുമ്പോഴും അവർ വിശ്രമിക്കുമ്പോഴും അവർ മഴവെള്ളാതിരിക്കുമ്പോഴും അവരെ ജീവിതം നയിക്കുമ്പോഴും ഒക്കെ നമുക്കിങ്ങനെ പ്രതിഫലം കിട്ടിയല്ലേ. അത് ജാരിയായ സദക്കല്ലേ. ചിലർക്ക് ധാരണ മദ്രസക്കും പള്ളിക്കും കൊടുത്താൽ മാത്രമേ ജാരിയായ സദക്കാവുന്ന ധാരണയുണ്ട്. ആ ധാരണയൊക്കെ തിരുത്തണം. പല ധാരണകളും തിരുത്തേണ്ടതുണ്ട്. എല്ലാ ധാരണയും ഒരു ദിവസം തിരിച്ചാൽ ചിലപ്പോൾ ദഹിക്കൂല. അതുകൊണ്ട് കൂടുതൽ ഇപ്പൊ പറയുന്നില്ല. ധാരണ വലയുന്നത് തിരുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെന്ത് വേണം? നമ്മൾ പാവപ്പെട്ട ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുത്താൽ അത് വലിയ ഭാഗ്യമാണെന്ന് മനസ്സിലാക്കുക. അതിനെല്ലാവരും നല്ല സംഭാവന. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ആക്കുത്തരമുള്ള മജ്‌ലിസാണ്. തങ്ങന്മാര് ധാരാളം ഉണ്ട്. അതുകൊണ്ട് ഏത് തങ്ങളാ കയറി ഇരുന്നിട്ടൊന്ന് വാങ്ങാം. എനിക്കൊരു ചെറിയ പ്രശ്നം. ഒന്ന് ഞാൻ തങ്ങളല്ല എന്നുള്ള പ്രശ്നം. അത് ഒരു ബിരുദം കൊണ്ടും കിട്ടൂലല്ലോ. വേറൊന്ന്, രണ്ടാമത്തെ കൈക്കൊരു വേദന. ആ വേദന കൊണ്ട് ആളുകൾ കൈപിടിച്ചാൽ ഞാൻ വല്ലാതെ വേദനയാവും. പിന്നെ അതിങ്ങനെ പോകുമ്പോൾ കാറിനെല്ലാം ഇങ്ങനെ വേദനയാവും. കുറെ ചിലപ്പോൾ 2 ദിവസത്തേക്കൊക്കെ വേദനയാവും. അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ വരുമ്പോ ഇന്ന് മരിച്ചെടുത്ത് പോയ പ്രായമുള്ളൊരു മനുഷ്യൻ, അയാൾ വന്ന് എന്റെ അടുത്തിരുന്ന് യാസീനോസ് അയാളെ കഴിയപ്പോ ഇയാൾക്ക് അങ്ങേറ്റത്തെ സ്നേഹം എന്നോട്, സ്നേഹത്തിന്റെ കടുപ്പത്തിനനുസരിച്ച് അയാളെന്റെ കൈ പിടിച്ച് നല്ലോണം ഞെക്കി. അപ്പുറം ഇപ്പുറമൊക്കെ അയാളെ സ്നേഹം കാണിച്ചതാണ്. എനിക്കറിയാം അയാളെ ഒരു കുറ്റമില്ല. അയാളിത് അറിയില്ല, ഞാൻ പേരെയാന്ന് ഇവരറിയില്ല. ഞാനാണ് അയാളെ പ്രായം ബഹുമാനിച്ചിട്ട് എനിക്കൊട്ട് കൈ വലിക്കാനും പറ്റില്ല.
ഞാൻ പിന്നെ കുറെ വേദനയായി. അതുകൊണ്ട് രണ്ട് കാരാണ്, ഒന്നെന്റെ കയ്യിന്റെ വേദനയാണ്, രണ്ടാമത്തേത് ഞാൻ തങ്ങളല്ലാതെ. അതുകൊണ്ട് തങ്ങള് ഇരിക്കും, എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അതിന്റെ ഇൻഷാ അല്ലാഹ് ഫാത്തിഹ സൂറത്ത് നമുക്ക് വേർക്കണം. അല്ലാഹു തആല നമ്മളെ മജ്‌ലിസ് ആക്കട്ടെ. എങ്ങനെ കൈ പിടിക്കാണ്ട് തരുന്നത്? എനിക്ക് അധ്വാനിക്കുന്നത് ഞാൻ മറക്കൊന്നുമില്ല, ആ മകനെ ഞാൻ വാങ്ങിച്ചോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. തങ്ങന്മാരായിക്കോട്ടല്ലേ, നിങ്ങൾക്ക് ഓരിക്ക് കൂടുതൽ ബർക്കത്ത് നമ്മൾ ഇല്ലാണ്ടാക്കുന്നു. അത് ശരി. ആ പറയപ്പെട്ട ആള് ഖാദിസിയുടെ മുഅദ്ദിനാണ് എന്ന് പറഞ്ഞു. മുഅദ്ദിന് മുഖ്രി എന്ന് പറഞ്ഞാൽ ഓദിക്കുന്ന ആൾ എന്നാണ് ആ വാക്കിന്റെ നേരെ അർത്ഥം. ഇബ്നുൽ മുഖ്രി റളിയല്ലാഹു അൻഹുവിന്റെ വലിയ കിതാബുണ്ട് ഇബ്നുൽ മുഖ്രി. ഇബ്നുൽ മുഖ്രി എന്നാൽ അതിന്റെ നേരർത്ഥം ഓദിച്ച ഉസ്താദിന്റെ മകനായ പണ്ഡിതൻ എന്നാണ് അതിന്റെ നേരർത്ഥം ഇബ്നുൽ മുഖ്രി. അങ്ങനെ മുഖ്രി എന്ന് പറഞ്ഞാൽ അതിൽ അതൊരു മോശമാണെന്ന് നിനക്ക് ധാരണ ഉണ്ട്. ആ ധാരണ തിരുത്തുന്നതിനാണ് പറഞ്ഞത്. പഴയ ധാരണയും തിരുത്തേണ്ടത് നേരത്തെ പറഞ്ഞില്ല, അതിൽപ്പെട്ട ഒന്നാണ്. മുഖ്രി എന്ന് പറഞ്ഞാൽ ഓദിക്കുന്ന ആൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പഠിപ്പിക്കുന്ന ആൾ. അത് പഴയ കാലത്ത് പള്ളിയിൽ വാങ്ങിക്കൊടുക്കുന്ന ആളും അതുപോലെ ഫാത്തിഹ പഠിപ്പിക്കുന്ന ആളും ഖുർആൻ പഠിപ്പിക്കുന്ന ആളൊക്കെ പഴയ കാലത്ത് ഒന്നായിരുന്നു. അതുകൊണ്ടാണ് പള്ളിയിൽ വാങ്ങിക്കൊടുക്കുന്ന ആൾക്ക് പലപ്പോഴും മുഖ്രി എന്ന പേര് വന്നത്. അത് നല്ല ബഹുമാനമുള്ള പേരാണ്, വളരെ ബഹുമാനമുള്ള ഖുർആനുമായി ബന്ധപ്പെട്ട പേരാണ്, വളരെ ബഹുമാനമുള്ള പേരാണ്. അപ്പൊ പള്ളിയിലെ മുഖ്രിയായിരുന്നു എന്നാണ് തങ്ങളെ പുറകെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് വലിയ പ്രതിഫലം അല്ലാഹു തആല തരും. പള്ളിക്ക് ഖിദ്മത്തെടുക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഞാൻ പറയണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളി അടിച്ചു വരുന്ന ആളെ കാണാണ്ടായപ്പോ അന്വേഷിച്ചില്ലേ? മരിച്ചുപോയതാണ്, ഖബറിൽ ഇന്നലെ രാത്രി മറവിതാണെന്ന് പറഞ്ഞപ്പോ ദുല്ലൂനി അലാ ഖബരിഹി, അയാളെ ഖബർ എനിക്ക് കാണിച്ചു തരണം, എന്തേ തന്നെ വിവരം അറിയിക്കാതിരുന്നത് എന്ന് പറഞ്ഞു. വിവരമുണ്ടോ? ജാബിർ റളിയല്ലാഹു അൻഹു കല്യാണം പറയാക്കൊന്നും പറഞ്ഞില്ല. നേരെ മറിച്ച് ആ പാവപ്പെട്ട പള്ളി അടിച്ചു വരുന്ന ആൾ മരിച്ചിട്ട് വിവരം പറയാനിട്ട് എന്തെങ്കിലും വിവരം തരാൻ അയാളെ ഖബർ കാണിച്ചോണ്ടാ എന്ന് പറഞ്ഞ് ഖബറിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിച്ചില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? പള്ളിക്ക് ഖിദ്മത്തെടുക്കുന്നവർക്ക് വലിയ ബറകത്താണ്. സുബ്ഹാനല്ലാഹ് എന്നിപ്പോ പറയാൻ നേരമില്ല. ചില പള്ളിയിൽ കയറിയൊക്കെയാൽ സുബ്ഹാനല്ലാഹ് വലിയ വിഷമാ. കാരണം പള്ളി പരിപാലിക്കാൻ വേണ്ടിയിട്ട് ആളെയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും. പക്ഷേ ഉള്ള എല്ലാ പള്ളിക്കാട്ടും പള്ളിന്റെ മുന്നിൽ തന്നെ ഉണ്ടാവും. മെഹ്റാബിൽ ഏറ്റവും കൂടുതലുണ്ടാവും. അതിന്റെ മുന്നിലുള്ള സൊഫിൽ ചുമരിന്റെ അടുത്ത് ഫുള്ളായിട്ട് പള്ളിക്കാട്ടുണ്ടാവും. പിന്നെ മിമ്പറിന്റെ രണ്ട് സൈഡിൽ വെട്ടിയുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ തീർത്തും പള്ളിക്കെട്ടായി. ഇതൊന്ന് നീക്കം ചെയ്യണമെന്നുള്ള ബോധം കൂടിയില്ലാത്ത ചില ആളുകളും മുക്രിമാരുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ ഒരുപാടുണ്ട്, ഇപ്പൊ അതിലേക്ക് നടക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഫാത്തിഹ ഓതണം, എല്ലാവരും ദിക്റും സലാത്തിനും വേർക്കണം, എല്ലാവരും നല്ല സംഭാവന തരണം. അദ്ദേഹത്തിന്റെ വീട് അല്ലാഹു തആല പൂർത്തീകരിച്ചു തരട്ടെ. അതിപ്പോഴും തരണം, പിന്നെയും കൊടുക്കണം, കഴിവനുസരിച്ച് കൊടുക്കണം. ഇനി ഒരാൾക്ക് നല്ല പൈസ തന്നെ കൊടുക്കാം വിചാരിച്ചു. ഏതായിരുന്നാലും ഇപ്പോ റമദാനൊക്കെ അടുത്തതാ, അതുകൊണ്ട് ഒരാൾ 25,000 കൊടുക്കാൻ അയാൾ 25,000 കൊടുക്കണം, ഒരാൾ 10,000 വെച്ചാൽ 10,000 കൊടുക്കണം. 1000 പിന്നെ എല്ലാവരും ഉണ്ടാവില്ലേ, ചുവന്ന നോട്ട് 20ന്റെ അല്ല 1000ന്റെ, അതെല്ലാവർക്കും തരാം, 500 തരാം. അങ്ങനെ എല്ലാവരും സംഭാവന തരണം. അല്ലാഹു തആല നമ്മളെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസ് ആക്കട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. إلى حضرة النبي سيدنا محمد صلى الله عليه وسلم إلى أهل الخير كلهم أجمعين. അല്ലാഹ് ഒരു സഖാഫി ഇന്ന് എക്സലിൽ വെച്ചു. നമ്മുടെ സഖാഫി പറഞ്ഞു അല്ലാഹു തആല അവരെ നമ്മളൊക്കെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് വിട്ടട്ടെ. സുഹദാക്കൾ പെട്ടെന്ന് ഹസരാജിലേക്കുള്ള നമ്മളെ കൗസർ സഖാഫിന്റെ അടുത്ത് കൊടുത്താണ്. ഇവിടത്തേക്കുള്ള എന്റെ അടുത്ത് അല്ലാഹു തആല നമ്മളെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസ് ആക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. സുഹൃത്തുക്കളെ, നമ്മളെ കൂട്ടത്തിൽ നമ്മളെ അലവിക്കുട്ടി ഹാജി അടക്കം പലരും മരിച്ചുപോയി. അല്ലാഹു അവരൊക്കെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. നമ്മളെ
ഇമ്പിച്ചുട്ടി ഹാജി നല്ല റാഹത്തില്ലാത്തതുകൊണ്ട് നമ്മളെ ഈ സദസ്സിലിപ്പോ വരാൻ പറ്റാണ്ട് നമ്മളെ സ്റ്റേജിൽ പൂർണ്ണമായി എല്ലാ സ്ഥലത്തും നിറഞ്ഞിക്കുന്ന ആളാണ് അദ്ദേഹവും. ഇവിടെ ചെറുവണ്ണൂർ ഔക്രാജും അള്ളാഹു തആല അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അവരൊക്കെ എല്ലാ ജീവിതത്തിന്റെ സർവ്വരംഗത്തും അള്ളാഹു അവർക്കും നമുക്കും ബർക്കത്ത് തരട്ടെ. അവരിൽ ഔക്രാജിന്റെ മകൻ മുമ്പ് മരണപ്പെട്ടു പോയി. അള്ളാഹു അവരൊക്കെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. എല്ലാവരുടെ പേരിൽ നമുക്ക് വേർക്കണം. എല്ലാവരും 10 സ്വലാത്ത് ചൊല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين الله യാ അല്ലാഹ് എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ. രോഗങ്ങളൊക്കെ അല്ലാഹുവിന്റെ നമ്മക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ച ചെയ്തവർക്കും ബന്ധപ്പെട്ടവർക്കൊക്കെ എല്ലാ രോഗവും അല്ലാഹു മാറ്റിത്തരും. സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ച തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് സിറാജുൽ ഹുദക്ക് അല്ലാഹു വലിയ ബർക്കത്ത് തന്നിട്ടുണ്ട്. 25 ലക്ഷം റുപ്യോളം ഒരു മാസത്തിൽ നേർച്ച കിട്ടും. പക്ഷെ 65 ലക്ഷം റുപ്യോളം ചെലവിന് വേണ്ടിയിരുന്നു. അവിടെ നമുക്കവിടെ കിട്ടിയേ മതിയാവില്ല. നിങ്ങളവിടെ റിസീവർമാർ വരും, ഓർഗനൈസർമാർ വരും. അപ്പൊ നിങ്ങളെല്ലാം നല്ല സംഭാവന കൊടുത്തേക്കണം. അവർക്കുള്ള ശമ്പളമാണ്, ഒരാൾക്കും കമ്മീഷനില്ല. ഇവിടെ ഒന്നും റിസീവർമാരില്ലെങ്കിൽ റിസീവറാകാൻ തയ്യാറുള്ള ആളുകളും ഞാൻ ഇൻഷാ അല്ലാഹ് റിസീവർ ആയിക്കോളാൻ രംഗത്ത് വരുന്നു. അങ്ങനെ കുറെ റിസീവർമാരെ കേരളത്താകെ നിശ്ചയിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട്. കാരണം പോകുന്നിരുന്ന എല്ലാ ആൾക്കാരും ഇങ്ങനെ ഇവിടെ ഒന്നും റിസീവറില്ല, ഇവിടെ ഒന്നും റിസീവറില്ല, നിങ്ങൾ വരുന്നവരെ കാത്തിക്കാണ് നേരത്തെ പൈസയും കൊണ്ടെന്ന് പറയുന്ന ഒരുപാടാണ്. റിസീവർമാർക്ക് നല്ല ശമ്പളം കൊടുക്കും. ചുരുങ്ങിയതൊരു 15,000 രൂപ 20,000 രൂപ ഒന്നും കിട്ടും. ചിലപ്പോൾ ശമ്പളം കൊടുക്കാം, നല്ല പണിയെടുക്കേണ്ടി വരും. എങ്ങനെ പണിയെടുക്കണമെന്നുള്ളതല്ലേ നമ്മൾ പറഞ്ഞുതരാം, പറയും പോലെ പണിയെടുക്കേണ്ടി വരും. അവ പണിയെടുത്താൽ അൽഹംദുലില്ലാഹ് അവർക്ക് ദുനിയാവും കിട്ടും ആഖിറവും കിട്ടും, നല്ല നല്ല ഫലം കിട്ടും. അതുകൊണ്ട് നല്ല റിസീവർമാർ ആവശ്യമുണ്ട്. റിസീവർമാർ വരുമ്പോൾ എല്ലാവരും നല്ല പൈസയും കൊടുക്കും. വലിയ പൈസ പിരിവ് വെച്ച് ആൾക്കാർക്ക് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ റിസീവർമാർ വരുമ്പോൾ ചെറിയ പൈസ കൊടുത്താൽ അപ്പൊ കുറെ ആൾ കൊടുക്കുമ്പോൾ നമുക്ക് വലിയ ഭാരങ്ങൾ. ഞാൻ വലിയ ബേജാറില്ല. കാരണം 5-8 കോടി റുപ്യ കടമുണ്ട്, 8 കോടി റുപ്യോളം കടമുണ്ട് സിറാജ്. സ്ഥലം എടുത്ത വകയുള്ള കടമാണ്. അള്ളാഹുവിന്റെ കടമൊക്കെ വീട്ടിൽ തരട്ടെ. പേടിക്കാനൊന്നുമില്ല. ആ സ്ഥലം വിൽക്കുകയാണെങ്കിൽ പൈസ കടം വിട്ടാ, പക്ഷെ വിൽക്കാനല്ലല്ലോ നമ്മൾ സ്ഥലം എടുത്ത്, നമുക്ക് നിലനിർത്താനല്ലേ എടുത്ത്. അപ്പൊ 8 കോടി റുപ്യോളം ഇപ്പോ കടമുണ്ട്. അതിനൊന്നുമില്ല, ഒരു സെന്റിന് 4 ലക്ഷം റുപ്യാണ്. ഓരോരുത്തർ 4 ലക്ഷം 200 ആൾക്ക് തന്നാൽ അപ്പൊ തന്നെ കയ്യുമല്ലോ. അതിനില്ലാതെ കയ്യൂല. 1/2 സെന്റ്, 1 സെന്റ്, 1/4 സെന്റൊക്കെ 1 ലക്ഷം 2 ലക്ഷം അങ്ങനെ ഒന്നുകൂടെ. ഇല്ലെങ്കിൽ 1 സ്ക്വയർ ഫീറ്റ് ഒരു 10,000 റുപ്യ അങ്ങനെ കൊടുത്തൂടെ. അങ്ങനെ ഓരോരുത്തർ തന്നാൽ കടം വീട്ടാനൊക്കെ കഴിയും. അല്ലാഹു തആലയല്ലേ തരുന്നത്. നിങ്ങളെല്ലാവരും ദ്വാരക്കണം. ഈ റമദാനോടുകൂടി കടമൊക്കെ വീടണം. അതിനുവേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം. ഇന്നും കടം വാങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെയും കടം വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊക്കെ വീട്ടാനുള്ള തൗഫീക്ക് നിങ്ങൾ ദ്വാരക്കണം. കടം വാങ്ങാണ്ടി നമ്മളെന്താക്കാനാ കടം പറ്റുമോ? കടം വാങ്ങല് ഹലാല. കടം കൊടുത്തവർക്ക് പകുതി സദക്കാച്ചിയുടെ കൂലി കിട്ടും, വേറെ സംഖ്യ തിരിച്ചും കിട്ടും. അപ്പോ കടമാകുന്നതിന് കുഴപ്പമില്ല. പക്ഷെ കടമാകും കൊടുക്കണമല്ല, ഞാൻ തോടെ വാങ്ങണോ? കൊടുക്കാനുള്ള വകുപ്പും കണ്ടിട്ടേ വാങ്ങണോ. എങ്ങനെയും കടം വാങ്ങിയിട്ട് മുങ്ങിയാൻ പറ്റില്ല. പിന്നെ ഫോൺ എടുക്കാത്ത കമ്പനിയായ പറ്റില്ല. അല്ലാഹു തആല നമ്മളെ കടങ്ങളൊക്കെ വീട്ടിൽ തരും. അപ്പൊ ഞാൻ പറഞ്ഞത് സിറാജുൽ ഹുദന്റെ റസീവർമാർക്ക് ഒരു നല്ല സംഖ്യ കൊടുക്കണം. അൽഹംദുലില്ലാഹ് ഇന്ന് ചൊവ്വാഴ്ചയായി കുറേ ആളുകൾ അവിടെ വന്ന് നേർച്ച തന്നിട്ടുണ്ട്. വലിയ ഫലം കിട്ടിയെന്ന് പറഞ്ഞവരുണ്ട്, ഫലം കിട്ടണമെന്ന് പറഞ്ഞവരുണ്ട്.
അല്ലാഹു തആല അവർക്കൊക്കെ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അല്ലാഹു നമ്മളെല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഓതിയതും പറഞ്ഞതും കേട്ടതും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും സദസ്സുകളും സ്ഥാപനങ്ങളും സംഘടനകളും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഈ പരിസരത്ത് നിന്റെ ദീനിന്റെ ഇൽമു പ്രചരിപ്പിക്കാനും ആത്മീയവും ഭൗതികമായ വിജ്ഞാനങ്ങൾ പുതിയ തലമുറക്ക് നൽകാനും ഉദ്ദേശിച്ച് സ്ഥാപിച്ച ഖാദിസിയ എന്ന സ്ഥാപനവും ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളും നീ പുരോഗമിപ്പിക്കണം റഹ്മാന്. അതിനാവശ്യമായതെല്ലാം നിന്റെ ഖജനാവിൽ നീ ചൊരിച്ചു തരണം റഹ്മാന്. അതിന് സഹായിക്കുന്നവർ പ്രവർത്തിക്കുന്നവർ ലോകത്തെവിടെ ആരെല്ലാമുണ്ടോ അവർക്കും ഞങ്ങൾക്കുമെല്ലാം ഖൈറിന്റെ വാതിലുകൾ തുറക്കണം റഹ്മാന്. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്നവർ ലോകത്താരുണ്ടോ അവരെ ഖൽബിലുള്ള ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണം റഹ്മാന്. അവരെ പ്രശ്നങ്ങൾ നീ ഏറ്റെടുത്ത് പരിഹരിക്കണം റഹ്മാന്. അവരെയും ഞങ്ങളെയും നീ ഏറ്റെടുക്കണം റഹ്മാന്. അവർക്കോ ഞങ്ങൾക്കോ ശാരീരികമോ മാനസികമോ ഏത് രോഗങ്ങളുണ്ടോ രോഗത്തിന്റെ പേരൊന്നും നിന്നോട് പറയേണ്ടതില്ലല്ലോ. നിനക്ക് അവരുടെ രോഗമറിയാം, ഞങ്ങളെ രോഗമറിയാം, കാരണമറിയാം, പ്രതിവിധി അറിയാം. ഒരു പ്രതിവിധിയും വേണ്ടതില്ലല്ലോ. നീയല്ലേ രോഗം സുഖപ്പെടുത്തുന്ന രാജാവ്. അല്ലാഹുമ്മ ഇന്നക അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉ شفاء لا يغادر سقما ولا ألما. പടച്ചറബേ, ഈ പരിപാടിക്ക് ക്ഷണിക്കാൻ വന്ന ഗസാലി ഹാജിയുടെ ഭാര്യയടക്കം ഞങ്ങളിൽ ആരെന്ത് രോഗമുള്ളവരുണ്ടോ, ഞങ്ങളുടെ ഹാജിയടക്കം അബൂബക്കർ ഹാജിയടക്കം ഞങ്ങളിൽ ആര് പ്രായമുള്ളവരുണ്ടോ, രോഗമുള്ളവരുണ്ടോ, പ്രശ്നമുള്ളവരുണ്ടോ, ഞങ്ങൾക്കെന്ത് ചെറുതോ വലുതോ ആയ രോഗമുണ്ടോ, നീ അത് മുഴുവനും ശാഫിയല്ലേ. നീ അവർക്കും ഞങ്ങൾക്കും ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. രോഗങ്ങളിൽ മുക്തി തരണേ അല്ലാഹ്. ഇന്ന് നേരം വെളുത്തതിന് ശേഷവും നിന്റെ ദീനിന്റെ സ്ഥാപനത്തിലേക്ക് നേർച്ചകളും സദഖകളും തന്ന് എത്ര വേദനകളും എത്രയെല്ലാം പ്രശ്നങ്ങളുമാണ് ആളുകൾ വന്ന് പറഞ്ഞത്. ഞങ്ങളുടെ കയ്യിന്റെ ചെറിയ വേദന പോലും സുഖപ്പെടുത്താൻ കഴിയാത്ത പാവപ്പെട്ട അടിമകളല്ലേ ഞങ്ങൾ. ഞങ്ങൾക്ക് മറ്റൊരാളെ രോഗം സുഖപ്പെടുത്താൻ കഴിയോ? മറ്റൊരാൾക്ക് വല്ലതും കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയോ? കൊടുക്കുന്ന രാജാവ് നീയല്ലേ. നീ ഞങ്ങൾക്ക് തന്ന മനസ്സും നീ ഞങ്ങൾക്ക് തന്ന നാവും നീ ഞങ്ങൾക്ക് തന്ന കൈയും നിന്നിലേക്ക് ഉയർത്തി നിന്നോട് ഞങ്ങൾ യാചിക്കുകയാണ് അല്ലാഹ്. യാചിക്കപ്പെടേണ്ട രാജാവ് നീയല്ലയോ അല്ലാഹ്. യാചിക്കേണ്ടുന്ന അടിമകൾ ഞങ്ങളല്ലയോ അല്ലാഹ്.